ഇനി ഏതൊക്കെ രീതിയിലാണെന്നാൽ ഒരു കൃത്യമായ സമയം തീരുമാനിക്കേണ്ട ആദ്യമല്ലേ. ഇപ്പോടെ 9:54 ഇവിടെ ഉള്ളത്. അപ്പോ 9:54 ഒരു 10 മണി ആക്കണ വേണ്ടല്ലേ? 10 മണി കൃത്യമായിട്ട് 10 മണിക്ക് തുടങ്ങിയല്ലോ അല്ലേ? 9:54 ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാനിങ്ങനെ അധികം സംസാരിക്കാൻ ഒരിക്കലും കരുതട്ടോ. നിങ്ങളാരെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റൈസെന്റ് ചെയ്താൽ ഉടൻ ഞാൻ മൈക്ക് വിടുവേ. ഞാൻ ഒരു ഇതിൽ പ്രത്യേകമായ അധികാരം കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. കട്ടുണ്ടാ? ഞാൻ സംസാരിക്കുന്ന കട്ടായിട്ട് കേൾക്കണത്? തുടങ്ങാമല്ലേ? ഗുഡ്, ക്ലിയർ ആണ്. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാൻ. എന്നിട്ട് ഇതിന്റെ ഈ റൂം തുറന്ന ആൾക്കാർ ആദ്യം മൈക്കിലേക്ക് വന്നോട്ടെ. അതാണ് അതിന്റെ മര്യാദ. അതാണല്ലോ, ഈ റൂമിന്റെ ഓണർ ആദ്യം ഒന്ന് മൈക്കിലേക്ക് വന്നോട്ടെ. നസൂഹ് ഇല്ലേ? നസൂഹ് ഇല്ലേ? നസൂഹ് എത്തണം. നസൂഹ് ഇൻവൈറ്റ് ചെയ്യണം ആരെങ്കിലും. അമീറിനല്ലൂർ നസൂഹിനെ ഇൻവൈറ്റ് ചെയ്യേ. വന്നിട്ട് എന്നാലും ഇൻഷാ അല്ലാഹ് ഈ റൂം തുറന്ന ആളൊന്ന് മൈക്കിലേക്ക് വരി. എന്നിട്ട് ബാക്കി അതാണ് അതിന്റെ മര്യാദ. ഞാൻ റീസെന്റ് മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ. മൈക്കൊന്ന് നോക്കിയതാട്ടോ മാലേഷ്. മൈക്ക് പിന്നെ എന്താണ് KNM സംവാദം ID റൂമിലില്ല. ഇപ്പം KNM സംവാദം ID റൂമിൽ അതുണ്ടാകുന്നൊരു മര്യാദയാണല്ലോ. മൂപ്പരാളപ്പത്തിന്റെ ഇല്ലല്ലേ? മൂപ്പരാണപ്പത്തിന്റെ പിന്നെ പെരക്കാരൻ മൂപ്പരാണ്. പെരക്കാരൻ നമ്മളൊക്കെ വിരുന്നേരാണ്. അപ്പൊ പെരക്കാരൻ അപ്പൊ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പിന്നെ വേറെ ഐഡിയ ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാലിപ്പോ ഇവിടെ 57 7 9:57 നമ്മൾ കുറെ വൈകിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടി കൃത്യം 10 മണിയായി. അത് നമ്മൾ തുടങ്ങിയെങ്കിലോ അല്ലേ? ഞാൻ തുടങ്ങിയെങ്കിലോ അല്ലേ? ഇസ്ലാഹിവൺ അല്ലെ? ഇസ്ലാഹിവണാണ് ഇപ്പൊ നമ്മളെ ഈ പരിപാടിക്കൊക്കെ ക്ഷണിച്ചു കൊടുക്കുന്നതിലല്ലേ? എന്തിന്റെ എന്നാ ഞാൻ തുടങ്ങുന്നോണ്ട് വിരോധം ഉണ്ടാ? ഞാൻ തുടങ്ങുന്നതുകൊണ്ട് വിരോധം ഉണ്ടാ? ഇസ്ലാഹിവൺ ഞാൻ തുടങ്ങുന്നോണ്ട് വിരോധം ഉണ്ടോന്ന്? ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ചില സുഹൃത്തുക്കൾ സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് ചില സ്നേഹപരമായ രീതിയിൽ തന്നെ ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് അവരും നമ്മുടെ കേരള സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രധാനപ്പെട്ട അംഗമായ അമീർ ഇരിങ്ങല്ലൂരും തമ്മിലുള്ള സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നാം ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണം. അപ്പോ മാല മൗലീദുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംവാദം നമുക്ക് നടത്തിക്കൂടെ എന്ന് അഭിപ്രായം വരികയും രണ്ടു വിഭാഗവും അതിന് ഒരുക്കമാണ് എന്ന വിഷയത്തിൽ എത്തിച്ചേരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ വിഷയങ്ങൾ കൂടുതലും സംസാരിക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ആ സമയത്ത് സംസാരിക്കാം.
ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ സംവാദ വ്യവസ്ഥാ ചർച്ചക്കാണ് ഇപ്പൊ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ഒരു ലിമിറ്റ് വേണം അതിന്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എന്ന് മാത്രമല്ല, ഞാൻ ഞങ്ങളുടെ ക്ലാസ് റൂമിന്റെ ആളുകളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 15 റൗണ്ട് സംസാരിക്കാം. ഓരോ വിഭാഗവും 15 റൗണ്ട് സംസാരിക്കാം. അത് ഒരാള് ഒരിക്കൽ സംസാരിക്കും 4 മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ 15 റൗണ്ടിന് അപ്പൊ 60 മിനിറ്റ് വരും അല്ലെ? 15 മിനിറ്റ് അപ്പൊ 2 കൂട്ടരും അങ്ങനെ 60 ആകുമ്പോൾ 60 അപ്പൊ 2 മണിക്കൂറാവും. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ മാത്രം ഒരു അഭിപ്രായപ്പെട്ടതാണ്. ഇനി അതല്ല 4 മിനിറ്റിലുള്ള 5 മിനിറ്റ് വേണോ, അതല്ല 3 മിനിറ്റ്, അങ്ങനത്തെ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? 4 മിനിറ്റ് പറഞ്ഞാൽ ഒരു മിതമായ സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 15 റൗണ്ടോട് നമുക്ക് ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അതുപോലെ ഇനി മറ്റേ വിഭാഗത്തിന്റെ KNM റൂമിന്റെ ആളുകൾ മൈക്കിൽ വന്നിട്ട് അവരുടെ അഭിപ്രായം കൂടി പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നമ്മൾ പല പ്രാവശ്യവും ഈ സംവാദ വ്യവസ്ഥ ചർച്ചയൊക്കെ പല പ്രാവശ്യം നമ്മൾ ഇരുന്നതാണ്. ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, നിങ്ങൾ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ശരിക്കും പരിചയമാണ്. അപ്പൊ ആദ്യമായി നമ്മൾ തീരുമാനിക്കേണ്ടത് വിഷയത്തെ സംബന്ധിച്ചാണ്. അത് തീരുമാനത്തിലെത്തിയതിനു ശേഷം പിന്നീട് നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രമാണങ്ങളെ കുറിച്ചാണ്. എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവാദം നടത്തേണ്ടത്. പിന്നീട് നമ്മൾ തീരുമാനിക്കാറ് സാധാരണ ഡേറ്റ് സമയമൊക്കെയാണ് തീരുമാനിക്കാറ്. പിന്നെ ആരാണ് ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടത് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ തന്നെ പോകാവുന്നതാണ് എന്നും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇനി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മിക്ക കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് നല്ല നെറ്റ് പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംവാദത്തിന്റെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടക്കം നൂർ ഫൈസി കുറിച്ച് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. 15 റൗണ്ട് എന്നാണ് പറഞ്ഞത്. 15, 4, 60. അത്രയൊക്കെ വേണോ? 2 മണിക്കൂർ നേരത്തെ ഉള്ള ചർച്ച വേണം. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം. നൂർ ഫൈസി, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് ആരാണ്? ആ ഐഡിയ ആരാണ്? നൂർ ഫൈസി ആണോ? നിങ്ങളുടെ മധ്യസ്ഥൻ ആരാ? നൂർ ഫൈസി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളെ മധ്യസ്ഥൻ ആരാണ്? നൂർ ഫൈസി, മധ്യസ്ഥനായിട്ടുള്ളത് ആരാണ്? ARCKP. ഓക്കെ, ഗുഡ്. ARCKP, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആരാണ്? തുടക്കത്തിൽ സംസാരിക്കുന്ന ആളാരാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്? സംസാരിക്കുന്ന ആള് അമീർ ഇരിങ്ങല്ലൂരാണോ? നസൂഹ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നസൂഹ് ഒന്ന് മൈക്കിലേക്ക് വരിക. അതുപോലെ അജ്നാവാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അജ്നാബ് ഒന്ന് മൈക്കിലേക്ക് വന്നോട്ടെ. എന്നിട്ട് ഈ വിഷയത്തിന്റെ 2 മിനിറ്റ് നേരം ആ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ സംസാരിക്കുന്ന ആളുകളുടെ തീരുമാനം എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അതല്ല നല്ലത്? അമീർ മൈക്ക് വരാം. 2 മിനിറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളും 2 മിനിറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളും ആദ്യം സംസാരിക്കട്ടെ. മധ്യസ്ഥന്മാരല്ലാതെ ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെയല്ലേ നല്ലത്? അമീറിന് മൈക്ക് വേണോ? ഓക്കെ, ഇനി മധ്യസ്ഥനാണെങ്കിൽ അമീർ ഈ ARCKP ആണ് മധ്യസ്ഥനെങ്കിൽ അയാൾ വരട്ടെ മൈക്കിലേക്ക്. അമീർ കൈതാഴ്ത്ത്. അമീർ കൈതാഴ്ത്തിക്കോളൂ. ARCKP ആണ് മധ്യസ്ഥനെങ്കിൽ മധ്യസ്ഥൻ മേലേക്ക് വരട്ടെ. അപ്പൊ ഇത് ആരാണ് കേട്ടോ? എത്ര മധ്യസ്ഥന്മാരാ നിങ്ങൾക്ക്? ഓക്കെ, ARCKP മൈക്കിലേക്ക് വാ. ഇത് നമ്മൾ തുടക്കം തന്നെ ഇങ്ങനെ ആണ്ടല്ലോ. ഓക്കെ, ഞാൻ മൈക്ക് വിടാം. ഓക്കെ, ഗുഡ്. മധ്യസ്ഥനായിട്ട് 1 മിനിറ്റ്
ചിലപ്പോ DC ആവും, ചിലപ്പോ ഇന്ന ഉസ്താദ് എടുക്കാന്നില്ല. നിങ്ങളെ ഭാഗത്തുനിന്ന് ഇഷ്ടമുള്ള ആളുകൾക്ക് മൈക്കിൽ വരാവുന്നതാണ്. ഞങ്ങളെ ഭാഗത്തുനിന്ന് പിന്നെ സൂ ചിലപ്പോ DC ആവാം, അപ്പൊ ചിലപ്പോ നൂർഫൈൽ വരാം, അല്ലെങ്കിൽ മറ്റു വേറെ ഐഡിയുള്ളവർ വരാം. അതാത് സമയത്ത് നമ്മളെ ഭാഗത്തുനിന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മൈക്കിൽ വരും. അത് മാത്രമേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അജിനാവ് DC ആവാം. DC ആകുമ്പോൾ അബു തമീമിന് അല്ലെങ്കിൽ സലഫി മഞ്ഞാജിനൊക്കെ വരേണ്ടി വരും. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ആര് വരണം എന്നുള്ള പ്രശ്നമല്ല. DC ആയാൽ മാത്രമല്ല, അത് ഇഷ്ടമുള്ള റൗണ്ടിൽ നമ്മളെ റൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളെ എത്ര മിനിറ്റ് ആണെങ്കിൽ ആ മിനിറ്റിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇഷ്ടപ്പെട്ട സ്ഥലം മൈക്കിൽ വരും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾ വരും. നമ്മൾ തർക്കത്തിനല്ലേ, വിഷയം തീരുമാനിക്കാനല്ലേ. ഒരാളെ രണ്ടാളോ മൂന്നാൾ വരെ ആവാമെന്നുള്ള എന്റെ അഭിപ്രായം. കാരണം ഒരാളല്ലെങ്കിൽ ഒരാൾ ചില വിഷയാവാം, ഓരോ ഡ്യൂട്ടിയിലാക്കുക പല സമയത്ത്. അപ്പൊ മൂന്നാൾ വരെ സംസാരിക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മധ്യസ്ഥം കൂടാതെ. ഓക്കെ, അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്കും മൂന്നാളുകൾക്ക് നിങ്ങൾക്കും സംസാരിക്കാം. ഇനി മൂന്നാളുകൾ തമ്മേക്കുള്ള ഒരാൾ മതി നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ മൂന്നാളുണ്ടാവും മധ്യസ്ഥം കൂടാതെ എന്ന് ഓർമ്മപ്പെടുത്തണം. കാരണം ഒരാൾ DC ആയാലും പിന്നെ അയാൾ വരോളം കാത്തിരിക്കാൻ പറ്റൂല. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇത്തരമൊരു ചർച്ചയുടെ സാഹചര്യം എന്ത് എന്ന് നേരത്തെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ അത് മനസ്സിലാക്കിയതാണ്. നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയവും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. മാല മൗലൂദുകളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഈ വിഷയത്തിൽ ഒന്നാമതായി പറയേണ്ടത് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ മുജാഹിദ് വിഭാഗത്തിന്റെ വാദം ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മൻകൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന വാദമായി ഇവിടെ സമർപ്പിക്കാനുള്ളത്. ഞാൻ ആ വാദം ഒന്നുകൂടി വായിക്കാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മൻകൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇതേപോലെ മറുവിഭാഗവും അവരുടെ വാദം രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ എതിർവിഭാഗത്തിന്റെ വാദം അവരുടെ ആള് വന്ന് പറയുന്നത് കേട്ടു. മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ് അങ്ങനെ തുടങ്ങി ചില മൗലിദുകളും അതിലുള്ള പരാമർശങ്ങളും അതൊക്കെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് അനാചാരമാണ്, അതിൽ ശിർക്കുണ്ട്, അതിൽ കള്ളക്കഥകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു സംവാദമാണ് ഇവിടെ നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാല മൗലിദുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ, ഒരു സംവാദം നമ്മൾ നടത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ആ വിഷയത്തെ സംബന്ധിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ അടിസ്ഥാനപരമായി അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഇല്ലയോ, ദീനിൽ അങ്ങനെ ഒന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഉണ്ടെങ്കിൽ പിന്നെ ഏതൊക്കെ എന്നത് പിന്നത്തെ വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല എന്നാണെങ്കിൽ ഇല്ലാത്ത കുട്ടിയുടെ പേരന്വേഷിക്കുന്നതിന് പിന്നെ അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മൈക്കോക്കല്ലേ, കേൾക്കണില്ലേ? ഹലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ സംവാദത്തിലേക്ക് ഇറങ്ങുമ്പോ
നമുക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം തീരുമാനാക്കണമെന്നില്ല. സൗകര്യം പോലെ നമുക്ക് വിവിധ ഡേറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് ചർച്ചകളാവാവുന്നതാണ്. ഓൺലൈനിലല്ലേ, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഞങ്ങളിവിടെ സുന്നികൾ സാധാരണ ചെയ്തു വരുന്ന മഹാന്മാരുടെ മദ്ഹുകളും അവരുടെ പ്രകീർത്തനങ്ങളും പാടുകയും പറയുക എന്നത് പുണ്യകർമ്മമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്കുള്ള മഹാന്മാരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും പാടുകയും പറയുകയും ചെയ്യുന്ന പുണ്യകർമ്മമാണ്. അതിന് ഞങ്ങൾ വിവിധങ്ങളായ മാർഗങ്ങൾ, ചിലപ്പോൾ കൂട്ടമായി സദസ്സായിരുന്നു കൊണ്ട് ചെല്ലും, ചിലപ്പോൾ സ്വന്തമായിരുന്നു ചെല്ലും. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മഹത്തുക്കളുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും പാടുക, പറയുക, പഠിക്കുക, അവരുടെ ചരിത്രം പറയുക. ഇതൊക്കെ പുണ്യകർമ്മമാണ്. അതൊക്കെ സ്വന്തമായി ചെയ്താലും കൂട്ടമായി ചെയ്താലും അതൊക്കെ സൽക്കർമ്മമാണ്, ബിദ്അത്തല്ല, അനാചാരമല്ല എന്നതാണ് ഞങ്ങളുടെ ആ വിഷയത്തിൽ അടിസ്ഥാന നിലപാട്. ഈ നിലപാടിനോട് ഇവിടെയുള്ള എതിർവശം യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമുക്ക് ആദ്യം തീരുമാനമാക്കേണ്ടത്. അതുകൊണ്ട് മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാലകൾ അല്ലെങ്കിൽ മൗലിദുകൾ അങ്ങനെ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് സദസ്സുകളിലോ സ്വന്തമായോ ആയി, കൂട്ടമായിരുന്നോ സ്വന്തമായോ മഹാന്മാരെ മദ്ഹ് ചെയ്യുന്ന തരത്തിലുള്ള മൗലിദുകളും അതുപോലെയുള്ള സദസ്സുകളും പുണ്യകർമ്മമാണ്. അതൊന്നും അനാചാരമല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. ഈ വാദം ആദ്യം എതിർഭാഗം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. എന്നാ പിന്നെ നമുക്കിനി ഏതൊക്കെ മൗലിദാണ് ചെല്ലാൻ പറ്റുക, എന്ന മങ്കൂസ് മൗലിദാണോ മറ്റേ മൗലിദ് ബദർ മൗലിദാണോ അല്ലേ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. അതിന്റെ മുൻപ് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് മൗലിദും ചർച്ച ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ആ വിഷയത്തിലാണ് ആദ്യമായി സംവാദം നടക്കേണ്ടത്. ഈ മൗലിദ് എന്ന അടിസ്ഥാന വിഷയം, മൗലിദ് സദസ്സുകൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇത് പുണ്യമാണോ അല്ലേ എന്നത് ആദ്യം ചർച്ച ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വിശദമായ ഏത് മൗലിദുകൾ എന്ന വിഷയത്തിലേക്ക് കടക്കാൻ എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിനെ സംബന്ധിച്ച് ഏതൊരു വിഭാഗം പറയണം. ഇവിടെ ഇത്തരമൊരു ചർച്ച ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കേരളീയ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, സമ്പ്രദായങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചർച്ച ഇവിടെ ഉണ്ടായത് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചർച്ചയുണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ മദ്ഹ് എന്ന പേരിൽ ഈ തരത്തിലുള്ള മൗലിദുകളും, പേര് പറഞ്ഞതും പറയാത്തതുമായ മൗലിദുകളും, പേര് പറഞ്ഞതും പറയാത്തതുമായ മാലകളുമൊക്കെ മദ്ഹ് എന്ന പേരിൽ ചൊല്ലി ആളുകളെ ഇത് മദ്ഹാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം ആരെപ്പറ്റി എങ്ങനെ പറയാൻ പറഞ്ഞുവോ അത് പറയുന്നതിന് മുജാഹിദുകൾ ഒരിക്കലും എതിരല്ല. ഇസ്ലാം എന്തൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പറയാം. അതാണ് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ മാലകൾ, ഈ പറഞ്ഞ മൗലിദുകൾ, ഇതൊക്കെ ആളുകൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് ബിദ്അത്താണ്. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ മൗലിദ് ഓതി അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള മാലകൾ ചൊല്ലി മദ്ഹ് പറയുക എന്ന ഒരു രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ബിദ്അത്താണ് എന്ന് എഴുതിയത്. എന്ന് മാത്രമല്ല അവയിൽ ശിർക്കുണ്ട്, അതേപോലെ കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുമുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ വിഷയത്തിലുള്ള വാദം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലവും ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അതാണ് അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൽ മുജാഹിദുകൾ മാലകളുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. എന്നാൽ അത് ശരിയല്ല. ഈ മാലകളൊക്കെ മദ്ഹുകളാണ്, ഈ മാലകളൊക്കെ അള്ളാഹിന്റെ അരികിൽ കൂലി കിട്ടുന്നതാണ്, ഈ മൗലിദുകളൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന തരത്തിൽ വരുമ്പോഴാണ്, ചർച്ച വരുമ്പോഴാണ് അത് ശരിയല്ല എന്ന വാദം മുജാഹിദുകൾ ഈ സമൂഹത്തിന് മുന്നിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാദത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും മുജാഹിദുകൾ പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ശറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകൾ, ഈ 3 മൗലിദ് മാത്രമൊന്നുമല്ല, ഇതല്ലാത്ത മറ്റു മൗലിദുകളും, അതേപോലെ മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, ഇതല്ലാത്ത വേറെ മാലകളുണ്ട്. തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്
എന്നതാണ് വളരെ കൃത്യമായി ഞങ്ങളിവിടെ ഞങ്ങളുടെ വാദമായി എഴുതിയിരിക്കുന്നത്. അപ്പൊ മറുപടി ഭാഗത്തിന് ഇതൊന്നും അങ്ങനെയല്ല, ഇത് ചൊല്ലുന്നത് ഈ പറഞ്ഞ മാലകളൊന്നും ഈ പറഞ്ഞ മൗലിദുകളൊന്നും വിധേയത്തല്ല എന്ന വാദമുള്ളത് കൊണ്ടാണല്ലോ അവരത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ പറഞ്ഞ മാലകളൊന്നും അത് പുണ്യമുദ്ദേശിച്ച് ചൊല്ലുന്നത് ദീനിലുള്ളതാണ്, അത് അള്ളാഹുവിന്റെ അരികിൽ കൂലി കിട്ടുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലോ മറുവിഭാഗം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവുകൾ അവര് ഹാജരാക്കുക, അതേപോലെ ഈ തെളിവുകൾ ഇത് വിധേയത്താണ് എന്നതിനുള്ള തെളിവുകൾ ഞങ്ങളും ഹാജരാക്കുക എന്നതാണ് സംവാദത്തിന്റെ രീതിയായി നമുക്ക് ഇവിടെ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നസൂഹ് ഇപ്പോ 3 മിനിറ്റ് ആയിട്ടില്ലായിരുന്നു. നമ്മള് 4 എന്നല്ലേ ഇനി അങ്ങോട്ടുള്ള ഇത്. ഇപ്പോ ഹനീഫ്ക്കയുടെ ഇതില് 3 മിനിറ്റ് ആയിട്ടില്ല. 4 മിനിറ്റ് അല്ലേ ഇപ്പൊ അല്ലേ? ഓക്കെ, 4 മിനിറ്റ്. ഓക്കെ, RCKP മൈക്കെടുത്തോളൂ. ഇപ്പോ ഹനീഫ്ക്കയുടേത് 2:55 ആയത്. 2:55 ആയത്. ഇനി 4 മിനിറ്റ് ആവണമെങ്കിൽ ഇനിയും വേണം 1 മിനിറ്റ് 5 സെക്കൻഡ് കൂടി. അത് വേണമെങ്കിൽ മറ്റവർക്ക് എടുക്കാം. ഇനി നസൂഹ് മൈക്കിലേക്ക് വരുമ്പോ 4 മിനിറ്റ് നസൂഹിനുണ്ടാവും. 4 മിനിറ്റ് നസൂഹിനുണ്ടാവും. ഇനി ഈ പ്രാവശ്യം അത് അജ്നാവിന് മൈക്ക് വേണോ? ഇനി 1 മിനിറ്റ് കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട്, വേണോ? അജ്നാവിന് 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, ഇനി വേണോ? ഇനി അതല്ല നസൂഹിന് 4 മിനിറ്റ് കൊടുക്കട്ടെ? ഓക്കെ, അജ്നാവ് മൈക്കിലേക്ക് വരിക. അജ്നാവ് മൈക്കിലേക്ക് വന്നതിന് ശേഷം ആ 1 മിനിറ്റ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം നസൂഹ് മൈക്കിലേക്ക് വരിക. 4 മിനിറ്റ് നസൂഹിനും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയല്ലേ RCKP? ഞാൻ മൈക്ക് വിടാൻ. ഇതില് മാക്സിമം 4 മിനിറ്റ് എന്ന് പറയുന്നതാവും നന്നാകുക. എല്ലാവരും 4 മിനിറ്റ് തന്നെ ഉപയോഗിക്കണമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 4 മിനിറ്റ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് അത്രേ വേണ്ടുള്ളൂ. 3 മിനിറ്റ് കൊണ്ടാണ് പറയേണ്ടെങ്കിൽ 3 മിനിറ്റ്, 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റ് എന്ന നിലയിൽ തീരുമാനം എടുത്താൽ മതി. അതിലപ്പുറം പോകാൻ പാടില്ല. അതിന്റെ ഇടയ്ക്ക് 1/2 മിനിറ്റ് കൊണ്ട് പറയാനാണെങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ ഇതാ 3 മിനിറ്റ് ഫിനിഷ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. 5 സെക്കൻഡിൽ 1 സെക്കൻഡ് ബാക്കിയായിരുന്നു. അത് അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട അനീഫ കായിക്കൂടി അവർ മൈക്ക് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ എതിർവിഭാഗവും ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് മൈക്കിൽ സംസാരിക്കുന്ന സമയത്ത് 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ 3 മിനിറ്റ് ഫിനിഷ് എന്നുള്ള ഒരു ടെക്സ്റ്റ് അത് അബൂ തമീം ഒരാൾ അടിച്ചാൽ മതി. അപ്പൊ അവർക്കൊരു ഒരു റെഡിയാവുമ്പോൾ പറയും ഇനി 1 മിനിറ്റ് കൂടി എനിക്ക് ബാക്കിയുള്ളൂ എന്നുള്ളതിന് അതോടൊപ്പം തന്നെ മറ്റ് ടൈം ആയോ, ടൈം നോക്കുന്നുണ്ടോ, ടൈം കഴിഞ്ഞോ, ഇങ്ങനെയുള്ള ഒരു അനാവശ്യ ടെക്സ്റ്റുകളും നമ്മുടെ ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ എനിക്ക് കേൾക്കുന്നില്ല, ഞാൻ DC ആണോ എന്നൊക്കെ പബ്ലിക്കിൽ അടിക്കുന്നതിന് പകരം അത് പ്രൈവറ്റിൽ ആരോടെങ്കിലും അടിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പബ്ലിക്കിൽ അടിച്ചാൽ മതി. കാരണം അത് സംസാരിക്കുന്നവർക്ക് അവരുടെ വിഷയത്തിൽ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് സംസാരിക്കുമ്പോൾ 3 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിമൈൻഡർ കൊടുക്കുക. അത് നിങ്ങളാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട അനീഫ ഗായ കൂടി സംസാരിക്കുമ്പോൾ ഞാൻ അടിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് മൈക്കിൽ വെച്ചു. അതെ, അത് മതി. മാക്സിമം 4 മിനിറ്റ് എന്നുള്ളത് തന്നെ ആവശ്യമുള്ളൂ. വെറുതെ കുറെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ മൗലിദുകളിൽ ഏത് മൗലിദാണ് ചെല്ലേണ്ടത്, ആ മൗലിദുകളിലുള്ള പരാമർശങ്ങൾ എന്താണ്, അതിൽ ശിർക്കുണ്ടോ, അത് ചെല്ലാൻ പറ്റുമോ പറ്റാത്തതാണോ പറ്റുന്നതാണോ എന്ന ചർച്ച വേണമെന്നാണ് എതിർപക്ഷം പറയുന്നത്. ഇവിടെ പറ്റുന്നതാണോ ആ മൗലിദ് ചെല്ലാൻ പറ്റും, മങ്കൂസ് മൗലിദ് ചെല്ലാൻ പറ്റുമോ പറ്റുകയില്ലേ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മൗലിദ് എന്നൊരു വിഷയം തന്നെ ദീനിലുണ്ടോ എന്നതല്ല ആദ്യം നോക്കേണ്ടത്. അതെന്താ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഞങ്ങൾ ഏറെ അതിര് വിട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇവിടെ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഗദ്യപദ്യ രൂപങ്ങളിലൂടെ, അത് മദ്ഹ് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ പ്രകീർത്തനങ്ങൾ പറയുക, അവരുടെ ചരിത്രം പറയുക, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ മദ്ഹ് ചെയ്തുകൊണ്ട് ഗദ്യപദ്യ രൂപങ്ങളിലൂടെ സ്വന്തമായും കൂട്ടമായും മൗലിദുകൾ ചെല്ലുന്നത് അനാചാരമല്ല, അല്ലെങ്കിൽ അനാചാരമാണ്. ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടാ പറയുന്നത്. ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അനാചാരമല്ല.
ആ ചെയ്യുന്നത് ഏത് മൗലിദ് കൊണ്ടായിരിക്കണം? മങ്കൂസ് മൗലിദ് കൊണ്ടാണോ? ഷറഫലനാമ് പറ്റുമോ? അല്ലെങ്കിൽ മറ്റ് ബദർ മൗലിദ് പറ്റുമോ? മറ്റ് മാലകൾ പറ്റുമോ ഇല്ലയോ? അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന്റെ മുൻപ് ഇങ്ങനെ ഒരു വിഷയം ദീനിലുണ്ടോ ഇല്ലയോ, ഇത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ട്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കുള്ള മഹത്തുക്കളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഗദ്യപദ്യ രൂപങ്ങളിലായി അവരുടെ ചരിത്രങ്ങളും മഹത്വങ്ങളും പാടുകയും പറയുകയും ചെയ്യുന്നത്, അത് സദസ്സിലാവട്ടെ അല്ലെങ്കിൽ സ്വന്തമായിട്ടാവട്ടെ, അത് പുണ്യകർമ്മമാണ്, അനാചാരമല്ല. ഇത് ഞങ്ങൾ വ്യക്തമായി പറയുന്നു. ഇതുപോലെ ഈ വിഷയത്തിൽ എതിർപക്ഷത്തിന് അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വിരോധമൊന്നുമില്ല, അത് പുണ്യകർമ്മം തന്നെയാണ്. പക്ഷെ അതിൽ ചെല്ലുന്ന മൗലിദ് ഏതൊക്കെയാണെന്നുള്ളത് നല്ല സൂക്ഷിക്കണം. മങ്കൂസ് മൗലിദിലൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ബദർ മൗലിദിൽ പ്രശ്നമുണ്ട് എന്നാണോ എതിർപക്ഷത്തിന്റെ നിലപാട്? അതൊന്നും ഇങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ മതി, നമുക്ക് ഏത് മൗലിദാണ് ചർച്ച ചെയ്യേണ്ടത് എന്നതിലേക്ക് കടക്കാം. അതല്ല, ഞങ്ങൾ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ, അഥവാ ആ രൂപത്തിൽ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള മൗലിദിന്റെ സദസ്സുകൾ, മൗലിദുകൾ ചെല്ലുക എന്ന അടിസ്ഥാന വിഷയം തന്നെ ശരിയല്ല എങ്കിൽ അത് പറയണം. അതല്ല ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം. അതുകൊണ്ട് തന്നെ ഏത് മൗലിദാണ് ചെല്ലേണ്ടത്, ഏത് ചെല്ലാൻ പറ്റില്ല, ഏതിലൊക്കെയാണ് ശരിയുള്ളത്, ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്ന ചർച്ച, ഇങ്ങനൊരു വിഷയം ദീനിൽ ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് എതിർപക്ഷം തയ്യാറാവേണ്ടത് നമുക്ക് ഈ വിഷയം കാര്യം വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടലാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ ദീനുൽ ഇസ്ലാമിൽ? ഉണ്ടോ? അത് വളരെ വ്യക്തമായിട്ട് പറയണം. ഞങ്ങൾ പറയുന്നു ഉണ്ട്, സുന്നത്താണ്, സൽക്കർമ്മമാണ്, ഒരു നിലക്കും അത് അനാചാരമല്ല. ഈ വിഷയത്തിൽ എതിർപക്ഷത്തിന് എന്താ പറയാനുള്ളത്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. നമുക്കിനി മങ്കൂസ് മൗലിദിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ഏത് മൗലിദാന്ന് വെച്ചാൽ ചെല്ലേണ്ടത് ഏത് മൗലിദാന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനമാക്കാം, ചർച്ചയിലേക്ക് കടക്കാം. അതല്ല അങ്ങനെ ഒരു വിഷയം തന്നെ അല്ലേ, എന്നാ പിന്നെ ആ വിഷയത്തിലാവട്ടെ. ഞങ്ങൾ പറയുന്നു ഉണ്ട്, നിങ്ങൾ പറയുന്നു ഇല്ല എന്നാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു വിഷയത്തിൽ, അടിസ്ഥാന വിഷയത്തിൽ തർക്കമായി. അതുകൊണ്ട് അത് ശരിയാണോ, ഏതാണ് ശരിയെന്ന് തീരുമാനമാക്കണം. അങ്ങനെ നമ്മൾ ചർച്ച നടത്തി തീരുമാനമാവുകയാണെങ്കിൽ, അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഉണ്ട് എന്നാണെങ്കിൽ, പിന്നെ നമുക്ക് അടുത്ത സംവാദം അല്ലെങ്കിൽ അടുത്ത ചർച്ച, അതിൽ നിന്ന് മങ്കൂസ് മൗലിദ് ചെല്ലാൻ പറ്റുമോ, അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലല്ലോ എന്ന വിഷയത്തിലേക്ക് വരാം. അതല്ല അങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ, എന്നാ പിന്നെ അത് തീരുമാനമാക്കണം. ഇല്ല എന്നതാണ് തീരുമാനമാവുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ചെല്ലണമെന്ന് ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ലല്ലോ. വളരെ വ്യക്തവും ന്യായവുമായ ഒരു നിലപാട് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എതിർപക്ഷം പറയേണ്ടത് മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഗദ്യപദ്യ രൂപങ്ങളിലായി അവരുടെ മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും ചരിത്രങ്ങളും പാടുക, പറയുക എന്നത് പുണ്യകർമ്മമാണ്. സ്വന്തമായി ചെയ്താലും സദസ്സുകളിലായി ചെയ്താലും പുണ്യകർമ്മമാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതല്ല, പുണ്യകർമ്മമല്ല എന്നാണോ എതിർപക്ഷത്തിന്റെ നിലപാട്? അതൊന്നും ഇങ്ങോട്ട് തുറന്നു പറയുക. നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കാം. മറുഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ ഇസ്തിഹാസയെ ബന്ധപ്പെട്ട വാദം എഴുതുമ്പോൾ മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇത്തരം മഹാന്മാരോടുള്ള സഹായതേട്ടം എന്ന് ഉദാഹരണം പറയാറുണ്ട്. അവിടെ ആ പറയുന്നതിന്റെ അർത്ഥം മുഹീദ്ദീൻ ഷേഖിനോടുള്ള തേട്ടം അല്ലെങ്കിൽ ബദരീങ്ങളോടുള്ള തേട്ടം മാത്രമാണ് നമ്മളുടെ ഇടയിലുള്ള തർക്കം എന്നല്ല, മറിച്ച് അതിനുശേഷം പറയുന്നതാണ് മരിച്ചുപോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഹാസ എന്നതാണ് അതിന്റെ അടിയിൽ വരുന്ന വിഷയം. നേരെ പറയുന്നത് ഉദാഹരണമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും, ആ മൗലിദുകൾ എന്തിനു വേണ്ടിയാണ് ചെല്ലുന്നത്? പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ആ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദ്അത്താണ് എന്ന് വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഒരു മൗലിദ് ചെല്ലുന്ന ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മൗലിദ് ചെല്ലുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വെച്ച വിഷയം എന്താണ്? മഹാന്മാരുടെ പേരിൽ മദ്ഹ് പറയാൻ പാടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എന്ത് മദ്ഹാണ്, ഏതൊക്കെ മദ്ഹാവും ഏതൊക്കെ മദ്ഹല്ല, എങ്ങനെ മദ്ഹ് പറയണം, എങ്ങനെ മദ്ഹ് പറയാൻ പാടും, ഇതൊന്നല്ല ഇവിടെ ചർച്ചയ്ക്ക് വെച്ച വിഷയം. ഇവിടെ ചർച്ചയ്ക്ക് വെച്ച വിഷയം മാല മൗലിദുകളാണ്. ആ മാല മൗലിദുകളെ പറ്റിയുള്ള വാദമാണ് എഴുതേണ്ടത്.
അത് ഈ ചർച്ച നടത്തിയ ആളുകൾ വളരെ കൃത്യമായി തന്നെ മാലമൗലിദുകൾ എന്ന് നിർവഹിച്ച മാലമൗലിദുകൾ എന്ന് വിഷയം കൃത്യമായി നിർവചിച്ച സ്ഥിതിക്ക് ആ വാദവും ആ വിഷയവുമായി ബന്ധപ്പെട്ട വാദമാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫൽ അനാം, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകൾ, അതേപോലെ മാലക്ക് ഉദാഹരണം പറഞ്ഞു. ഇവിടെ നമ്മൾ മരിച്ചുപോയ ഇസ്തിഹാസ പറയുമ്പോൾ ഉദാഹരണം പറയുന്നത് പോലെ ഇവിടെ ഉദാഹരണം പറഞ്ഞു. മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർമാല. ഇതൊക്കെ എണ്ണി പറയുകയാണെങ്കിൽ, ഓരോ മാലയും എണ്ണി പറയുകയാണെങ്കിൽ അതിന് ഇഷ്ടം പോലെ പറയാനുണ്ട്. മഞ്ഞക്കുളം മാല, മറ്റേ ചുവന്നകുളം മാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാലകൾ വേറെ പറയാനുണ്ടാവും. ഈ മാലകളൊക്കെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ആളുകൾ ചൊല്ലുന്നത്. അതാണല്ലോ മോളിയൊന്നും കളയാതെ പിളയാതെ ചെന്നവർക്ക് മണിമാടൻ സ്വർഗത്തിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെല്ലുന്നത്. അതുകൊണ്ടാണ് പുണ്യം ഉദ്ദേശിച്ച് ചെല്ലുക എന്ന് പറഞ്ഞത്. അങ്ങനെ പുണ്യം ഉദ്ദേശിച്ച് ചൊല്ലുന്നത് അത് ബിദഅത്താണ്. അത് ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറയാൻ പറഞ്ഞത്, അള്ളാഹിന്റെ റസൂൽ പറയാൻ പറയുന്നതിന് ഒരു വിരോധം നമുക്കാർക്കും ഇല്ല. അതല്ല ഇവിടുത്തെ ചർച്ച. മറിച്ച് ഇവിടുത്തെ ചർച്ച മാലമൗലിദുകളാണ്. ആ മാലമൗലിദുകളെ പറ്റിയുള്ള വാദമാണ് ഞങ്ങൾ എഴുതിയത്. അതേപോലെ തന്നെ അവയിൽ എന്തുണ്ട്? ശിർക്കുള്ള കള്ളക്കഥകളുള്ള പരാമർശങ്ങളുണ്ട് എന്നും നമ്മൾ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി ഇവിടെ നടക്കുന്ന സംവാദം നടക്കുന്ന വിഷയം മാലമൗലിദുകളാണ്. ആ മാലമൗലിദുകളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വാദമാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ മൗലിദുകൾ പേര് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ പേര് പറയണ്ട. ഏതെങ്കിലും ഒരു മൗലിദിന്റെ പേര് പറഞ്ഞാൽ അതിലുള്ള പരാമർശങ്ങൾ പ്രയാസാകുമോ എന്നാണെങ്കിൽ ആ പേര് പറയണ്ട. മൗലിദുകൾ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദുകൾ അത് സുന്നത്താണ്, അത് പ്രതിഫലാർഹമാണ്, അതിൽ ശിർക്കില്ല, അതിൽ കള്ളക്കഥകളില്ല എന്ന് വേണമെങ്കിൽ വാദമെഴുതാം. ഇനി അതല്ല വേറെന്തെങ്കിലും വാദമാണെങ്കിൽ അതും എഴുതാം. ഞങ്ങളുടെ വാദം വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും, മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും, അതുകൊണ്ട് ഇത് മാത്രമേ പെടൂന്നല്ല, ഇതല്ലാത്ത മറ്റുള്ളതും പെടും. പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദഅത്താണ്. പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദഅത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള വാദം. ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മൾ തർക്കമുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ എഴുതാറുണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് കാക്കണെ, റിഫായി ഷെയ്ഖ് കാക്കണെ എന്ന് നമ്മൾ ഉദാഹരണമായി എഴുതാറുണ്ട്. ആ പറഞ്ഞാൽ തന്നെ ആലോചിച്ചാൽ മതിയല്ലോ എന്താ അതിന്റെ അർത്ഥം. ഇസ്തിഗാസക്ക് ഉദാഹരണമായി നമ്മൾ എഴുതാറുണ്ട് എന്ന് വെച്ചാൽ ഇസ്തിഗാസ എന്ന പരിധിയിൽ വരുന്ന എല്ലാം അനാചാരമാണ് എന്നാണ് എതിർപക്ഷം വാദിക്കാറുള്ളത്. ഞങ്ങൾ പറയാറുള്ളത് ഇസ്തിഗാസയുടെ പരിധിയിൽ വരുന്ന ഒന്നും അനാചാരമല്ല. എന്നുവെച്ചാൽ അടിസ്ഥാനം ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ അനാചാരമാണോ അല്ലയോ എന്നതാണ് അപ്പോൾ അവിടെ ചർച്ച. അതുകൊണ്ട് അതേപോലെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മങ്കൂസ് മൗലിദ് പോലെ, ഷറഫലന മൗലിദ് പോലെ മൗലിദ് എന്ന പരിപാടി തന്നെ, അഥവാ മൗലിദ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ആ രൂപത്തിലുള്ള മൗലിദ് തന്നെ അനാചാരമാണോ? എന്നാ പിന്നെ ഉദാഹരണത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അനാചാരമാണോ എന്നാ പിന്നെ ഞങ്ങൾ പറയുന്നത് അനാചാരമല്ല. അവിടെയാണ് ചർച്ച നടക്കേണ്ടത്. ഇസ്തിഗാസയുടെ തർക്കം നടക്കുമ്പോൾ ഇസ്തിഗാസ എന്ന അടിസ്ഥാന വിഷയത്തിലാണ് തർക്കം. അവിടെ നമ്മൾ ഉദാഹരണം എഴുതുന്നത് ആ ഒന്ന് രണ്ട് ഉദാഹരണം ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞല്ലോ. അതേ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് വെച്ചാൽ എല്ലാ ഇസ്തിഗാസയുടെ പരിധിയിൽ വരുന്ന എല്ലാം അനാചാരമാണെന്നാണ് അപ്പൊ എതിർപക്ഷം പറയാറുള്ളത്. അവിടെയാണ് ഞങ്ങൾ പറയാറുള്ളത് അല്ല, അത് ഇസ്തിഗാസ ഇവിടെ പരിധിയിൽ വരുന്നത് ഒന്നും ഏതല്ല, അനാചാരമല്ല. എന്നതുപോലെ മൗലിദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വ്യക്തമായി പറഞ്ഞു, മഹാന്മാരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും അവരുടെ ചരിത്രങ്ങളും പുണ്യമുദ്ദേശിച്ചുകൊണ്ട് തന്നെ, ഒരു സംശയമില്ല, പുണ്യമുദ്ദേശിച്ചുകൊണ്ട് തന്നെ ഗദ്യപദ്യ രൂപങ്ങളിലായി അത് സദസ്സിലും സ്വന്തമായും ചെയ്യുന്നത് ചെല്ലുന്നതും പറയുന്നതും അനാചാരമല്ല. അടിസ്ഥാനം അതാണ്. ഇതിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് മങ്കൂസ് മൗലിദ് അല്ലെങ്കിൽ ബദർ മൗലിദ്, ബദർമാല തുടങ്ങിയുള്ളത്. ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ മൗലിദ് എന്ന് പറയുന്ന വിഷയത്തിൽ എതിർപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരു മടിയില്ലല്ലോ, ഒരു പ്രയാസമില്ലല്ലോ. എന്താ നിങ്ങൾക്ക് ഇത്ര പ്രയാസം? ഒന്ന് വ്യക്തമായി ഓരോ റൗണ്ട് മൈക്കെടുക്കുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് കേൾക്കാൻ കഴിയും. ഞങ്ങൾ വ്യക്തമായി നിലപാട് പറയുന്നു. ഈ നിലക്കുള്ള മൗലിദ് എന്ന അടിസ്ഥാന വിഷയം പുണ്യകർമ്മമാണ്, പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യൽ പുണ്യമാണ്, അനാചാരമല്ല, സദാചാരമാണ്. വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇതുപോലെ എതിർപക്ഷത്തിന് പറയാൻ കഴിയുമോ?
ഇതുപോലെ ഈ വിഷയത്തിൽ ഒരു വിട്ടുകൊണ്ട് ഒരു വ്യക്തമായി ഒരു നിലപാട് എതിർപക്ഷത്തിന് ഈ വിഷയത്തിൽ പറയാൻ കഴിയോ? ഞങ്ങൾ നടത്തുന്ന മൗലിദുകൾ, മങ്കൂസ് മൗലിദിന്റെ വരികൾക്കിടയിൽ കെട്ടുകഥകളുണ്ടോ? അതിൽ ശിർക്കുണ്ടോ? മങ്കൂസ് മൗലിദ് ചെല്ലാൻ പറ്റുകയില്ലേ? അത് മങ്കൂസ് മൗലിദിനെ ബാധിക്കുന്ന വിഷയമാണ്. എന്നതുപോലെ ഷറഫലനാം എന്ന് പറയുന്ന മൗലിദിൽ തെറ്റുകളുണ്ടോ? അത് ആ മൗലിദിനെ ബാധിക്കുന്ന വിഷയമാണ്. അതൊന്നും ഇല്ലെങ്കിൽ പോലും, ഇനി അതൊന്നും ഇല്ലാന്ന് അങ്ങോട്ട് കൂട്ടുക, നിങ്ങൾ ഈ തർക്കിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശിർക്കാണ് കുഫ്റാണ് എന്ന് നിങ്ങൾ സാധാരണ പാടി പറയാറുള്ള അത്തരം വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു മൗലിദ്, ശരിക്ക് നമ്മളിവിടെ ചരിത്രപരമായി തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ശിർക്കും കുഫ്റൊന്നുമില്ല, നിങ്ങൾക്കും ബോധ്യപ്പെട്ട നിലക്കുള്ള ഒരു മൗലിദ് നമ്മൾ തയ്യാറാക്കുകയും ഞങ്ങളും നിങ്ങളും എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് മഹാന്മാരുടെ മദ്ഹുകളാണെന്ന അതിൽ പുണ്യം കിട്ടുമെന്ന് അത് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കാൻ നിങ്ങളെ വിളിച്ച് ഞങ്ങൾ തയ്യാറാവോ? അതൊന്നും നിലപാട് അറിയണമല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് അത് കൃത്യമായി പറയണം. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്ന് സാധാരണ ഞങ്ങൾ കേട്ടു വരാറുള്ളത് മൗലിദ് എന്ന അടിസ്ഥാന വിഷയം തന്നെ അനാചാരമാക്കിയിട്ടാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. അതുകൊണ്ട് അതാണ് നമുക്കിവിടെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമാക്കേണ്ടത്. ആ ചർച്ചയിൽ മൗലിദ് എന്ന പരിപാടി തന്നെ പാടില്ലാത്തതാണെന്ന് വന്നാൽ ആ കൂട്ടത്തിൽ പിന്നെ മങ്കൂസും പോയി അല്ലാത്തതും പോയി, പിന്നെ ഓരോന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ നേരം കളയേണ്ട ഒരു കാര്യമില്ല. അതല്ല, അത് ശരിയാണ് തെറ്റല്ല അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് വന്നാൽ പിന്നെയാണ് നാട്ടിൽ നടപ്പുള്ള മൗലിദുകളിൽ ഏതൊക്കെയാണ് പറ്റുന്നത് പറ്റാത്തതെന്ന് ചർച്ച. ഇതാർക്കാ മനസ്സിലാക്കാൻ പറ്റാത്തത്? എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം എടുത്തു പറയണം. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇസ്തിഹാസയുടെ ഉദാഹരണം തന്നെ എടുത്തോളൂ. നിങ്ങൾ എന്താ, നിങ്ങൾ ഇസ്തിഹാസയുടെ വാദത്തിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇസ്തിഹാസയുടെ എല്ലാ വശങ്ങളും പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതേപോലെ തന്നെയാണ് ഇവിടെയും മൗലിദിന്റെ എല്ലാ വശങ്ങളും പാടില്ലാത്തത് എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയത്. തുടങ്ങിയ മൗലിദുകളും അതേപോലെ തന്നെ തുടങ്ങിയ മാലപ്പാട്ടുകളും ഒരു മാലപ്പാട്ടിനായിരുന്നു ഒഴിവാക്കിയിട്ടില്ല, ഒരു മൗലിദിനായിരുന്നു ഒഴിവാക്കിയിട്ടില്ല. ആ മാലകൾ പാടുന്നത് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി. അതിനെതിരെയാണ് നിങ്ങൾ സുന്നത്താണ് എന്ന വാദങ്ങൾ പറയുന്നത്. അത് എഴുതിയാൽ മതി. ഇത് വെറുതെ ആളുകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ശരിയായിട്ടില്ല എന്ന് പറയണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് പറയാണ്. ഇസ്തിഹാസയുടെ വിഷയം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോടുള്ള ഇസ്തിഹാസ ശിർക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എല്ലാ ഇസ്തിഹാസയും ശിർക്കാണ്, മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലവി ഷറഫുൽ അനാം സിദ്ദീഖ് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. തുടങ്ങിയ മൗലിദുകളും അതിൽ ഏത് മൗലിദ് നിങ്ങൾ കൊണ്ടുവന്നാലും ആ മൗലിദുകൾ, അതേപോലെ തന്നെ മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും ഏത് മാല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഞ്ഞക്കുളായാലും ചുവന്നകുളായാലും ഏത് കുളായാലും ഈ മാലകളൊക്കെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അത് ബിദ്അത്താണ്. അത് ഉമർ മൗലവിന്റെ പേരിൽ നിങ്ങൾ പുണ്യോദ്ദേശിച്ച് മാല ചെല്ലുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അറിയില്ല. അങ്ങനെ ഒരു മാല നിങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാലയും, ഉമർ മൗലവിയുടെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും കുബൂരികൾ ഇങ്ങനെ ഒരു മാല ചെല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഉമർ മൗലവിയുടെ മാല ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാലയും പുണ്യോദ്ദേശിച്ചാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അത് ബിദ്അത്താണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്നത്. ഇത് ഇസ്തിഹാസയുടെ വാദം മനസ്സിലാക്കുകയും ഈ വാദം മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ വാദം വളരെ ക്ലിയർ. ഇസ്തിഹാസയായിട്ട് ഞാൻ അതിനാണ് ഇസ്തിഹാസ എന്നുള്ള ഉദാഹരണം പറഞ്ഞത്. ഇസ്തിഹാസയിൽ നമ്മൾ ഉദാഹരണം പറയുന്നത് പോലെ മൊയ്തീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന ഉദാഹരണം പറയുന്നത് പോലെ ഇവിടെ മങ്കൂസ് മൗലവി, ഷറഫുൽ അനാം സിദ്ദീഖ് തുടങ്ങിയ മൗലിദുകൾ ഏത് മൗലിദായാലും മാല മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ എഴുതുന്നത്, അതിനുള്ള വാദാണ് എഴുതുന്നത്. അപ്പം തുടങ്ങിയ മൗലിദുകളും അത് ഏത് മൗലിദായാലും ശരി, മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും ഏത് മാലപ്പാട്ടായാലും ശരി, അത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദ്അത്താണ്. അത് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും മരിക്കുമ്പോ ഈ കെ മൗലിദ്, ഈ കെ മാല, മടവൂര് മൗലിദ്, മടവൂര് മാല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മാലകളുണ്ടല്ലോ, അത് മരിച്ചവരും അതേപോലെ തന്നെ പേരറിയുന്നതും അറിയാത്തതും ഒലിച്ചു വന്നതും പൊട്ടി വീണതും ഒക്കെ ഉണ്ടല്ലോ. ആ ജാതി ആരുടെ പേരിൽ നിങ്ങൾ മൗലിദ് ഉണ്ടാക്കിയാലും ആരുടെ പേരിൽ നിങ്ങൾ മാല ഉണ്ടാക്കിയാലും നിങ്ങളത് ചൊല്ലുന്നത് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് ബിദ്അത്താണ്. അതിലൊരു തർക്കമില്ല.
അത് തന്നെയാണ് വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ എഴുതിയത്. ഇസ്തിഗാസയുടെ വിഷയം എഴുതിയതുപോലെ തന്നെയാണ് ഈ വിഷയവും ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ആ മൗലിദുകൾ അത് ഏത് മൗലിദായാലും, ഇവിടെ ഉദാഹരണത്തിന് ഞങ്ങൾ 3 പറഞ്ഞു എന്ന് മാത്രം, തുടങ്ങിയ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 3 മാത്രം എന്നല്ല. അതേപോലെ മാലക്ക് 3 ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, മൊഹീദ്യമാല, റിഫായമാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുമുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇവിടെ മറുവിഭാഗം ആവശ്യപ്പെട്ട അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ വാദം, നിങ്ങൾ എന്താണോ വാദമായി പറഞ്ഞത് അതൊന്നും ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പൊ അത് വായിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും 2 വാദവും എന്താണ് എന്ന്. ആ വാദം വെച്ചുകൊണ്ടാണ് നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ടത് എന്നാണ് പറയാനുള്ളത്. അതല്ലാത്ത ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എന്താണ് പ്രയാസം, എങ്ങനെയാണ്, ആർക്കാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ കുറെ കാലമായാലും ഇതെല്ലാവരും 2 കൂട്ടരും നടത്താൻ തുടങ്ങിയിട്ട് അത് വളരെ കൃത്യമായിട്ട് അറിയാം. ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ മൗലവിനെ ഓർമ്മപ്പെടുത്തുന്നത്, മഞ്ഞക്കുളം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. നിങ്ങളുടെ നാട്ടിൽ ചുവന്നക്കുളം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒന്ന്. രണ്ടാമത്തത്, ഭാഷകളൊക്കെ ഒന്ന് മാന്യമാക്കിയാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളിന്ന് ഉരുളക്കുപ്പേരി കിട്ടും. കുബൂരികൾ എന്നൊരു പ്രയോഗം ഞാൻ കേട്ടു. അതിന് മറുപടി പറയാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞങ്ങളങ്ങനെ സാധാരണ അങ്ങോട്ട് പറയാറില്ല. അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. അത് എതിർവാദം സൂക്ഷിച്ചാൽ വളരെ നന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആ രൂപത്തിലേക്ക് നീങ്ങേണ്ടി വരും. അതിന് ഞങ്ങൾ നിർബന്ധിക്കരുത്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇപ്പൊ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നത്, ഇവിടെ 2 രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എതിർപക്ഷം വളരെ സമർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്തിഗാസ ഉദാഹരണം പറഞ്ഞു. എന്താ അവിടെ ചർച്ച? അതല്ലേ ഞാനത് എടുത്തു പറഞ്ഞത്. ഇസ്തിഗാസയുടെ ചർച്ച നമ്മൾ എടുക്കാറുള്ളപ്പോ എന്തൊക്കെ ഇസ്തിഗാസ എന്ന് പറയുന്ന പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും അനാചാരമാണെന്നാണ് അപ്പൊ എതിർവശം പറയാറുള്ളത്. അതല്ല, അതൊന്നും അനാചാരമല്ല എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. എന്നതുപോലെ മൗലിദ് എന്ന അടിസ്ഥാന വിഷയം അഥവാ മഹാന്മാരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ഗദ്യപദ്യ രൂപങ്ങളിലായി പാടുകയും പറയുകയും സദസ്സായും കൊണ്ടും സ്വന്തമായും കൊണ്ടും ചെയ്യുന്നത് ബിദ്അത്താണോ അല്ലേ? ബിദ്അത്താണെന്ന് ഇപ്പൊ നിങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നിങ്ങൾ ഉദാഹരണം പറയുന്നത് അല്ലെങ്കിൽ ഉദാഹരണത്തിലൂടെ ചില കാര്യങ്ങളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിലൊരർത്ഥമല്ല. കാരണം എന്തൊക്കെ അവിടെ മൗലിദായിട്ട് ആ ഏർപ്പാട് തന്നെ, ആ പ്രവൃത്തി തന്നെ, ആ കാര്യം തന്നെ അനാചാരമാണെങ്കിൽ അതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സദസ്സായും കൊണ്ടും സ്വന്തമായും മഹാന്മാരുടെ മദ്ഹുകൾ ഗദ്യപദ്യ രൂപങ്ങളിലായി പാടുകയും പറയുകയും അതുപോലെ ചരിത്രം പറയുകയും ചെയ്യുന്നത്, പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് തെറ്റല്ല. അടിസ്ഥാന വിഷയം അതാണ്. അത് തെറ്റാണ്, അനാചാരമാണെങ്കിൽ അത് നിങ്ങൾ പറയണം. അതിങ്ങോട്ട് വിട്ടു പറഞ്ഞ അപ്പൊ നിങ്ങൾ വിഷയം ഒന്ന് കൃത്യമായിട്ട് എഴുതണം. അപ്പോ അതും കൂടി ഇങ്ങോട്ട് എഴുതിയാൽ നമ്മുടെ ഫസ്റ്റ് ചർച്ച എന്തിലായിരിക്കും? ഇങ്ങനെ ഒരു അടിസ്ഥാന വിഷയം ശരിയാണോ തെറ്റാണോ? അത് ചർച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ചർച്ചയിൽ വരുന്നത്, ഉരുത്തിരിഞ്ഞു വരുന്നത് ഏതാണ് അനുവദനീയമാണ് എന്നാണോ അല്ല എന്നാണോ? അനുവദനീയമല്ല എന്നാണോ? എന്നാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ചർച്ചകളിലേക്ക് നീങ്ങുന്നതിന് യാതൊരു അർത്ഥമല്ല, വെറുതെയാണ്. കാരണം അങ്ങനെ പാടില്ലാത്തൊരു വിഷയമാണ്. എന്നാണെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന മൗലിദുകൾ പറ്റുമോ, ഇന്ന മൗലിദിൽ തെറ്റുണ്ടോ, ശരിയല്ലോ? ശരി ഉണ്ടെങ്കിൽ തന്നെ പാടില്ല എന്നാണ് വരുന്നതെങ്കിൽ പിന്നെ വിഷയമല്ലല്ലോ. അതല്ല, ശരിയാണ്, അതുകൊണ്ട് വിരോധമില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്കിനി ഏതൊക്കെ മൗലിദാണ് ചെല്ലാൻ പറ്റുക? അത് 2ാം ഘട്ടമാണ്. അത് മറ്റൊരു ചർച്ചയിലേക്ക് വെക്കേണ്ടതാണ്. അത് നമ്മൾക്ക് പല മൗലിദുകളുണ്ട്. ഇവിടെ പല മൗലിദുകളും ഞങ്ങൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ പലരും ഇവിടെ പലതും ഇപ്പോ എന്താണ് നേരത്തെ ഇവിടെ എഴുതി കാണിച്ചല്ലോ, ഉമർ മൗലിദ്, അതുപോലെ തന്നെ ഉമർ മാല, അല്ലെ? ഉമർ മാല ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല ആളുകളും പലതും എഴുതി വിടാറുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കണം. ഏതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക, ചെല്ലാൻ പറ്റുക, പറ്റാത്തത് ഏതൊക്കെയാണ് എന്നത് അങ്ങനെ ഒരു അടിസ്ഥാന വിഷയത്തിലുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് വളരെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് നമ്മളെ ചർച്ച നടക്കണം. അതിനും കൂടി എതിർവശം തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെ അടുത്ത ചർച്ച, ഫസ്റ്റ് നടക്കാൻ പോകുന്ന ചർച്ച, മൗലിദ് എന്ന അടിസ്ഥാന വിഷയം സുന്നത്തോ ബിദ്അത്തോ. വളരെ എളുപ്പമുണ്ട്. കൂടുതൽ എഴുതിയിട്ട് ഇങ്ങനെ വരി നിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൗലിദ് എന്ന അടിസ്ഥാന വിഷയം അതുകൊണ്ട് എന്താണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു. ആ മൗലിദ് എന്ന അടിസ്ഥാന വിഷയം സുന്നത്തോ ബിദ്അത്തോ,
എന്ന് വെച്ചാൽ അത് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് പുണ്യ സുന്നത്തോ ബിദ്അത്തോ, അത് സുന്നത്താണോ ബിദ്അത്താണോ എന്ന വിഷയത്തിൽ നമുക്ക് ആദ്യം ചർച്ച നടത്തണം. ആ ചർച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യമായി ഒരു ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാം. അതിൽ നമുക്ക് ചർച്ച, കാരണം മൗലിദുകൾ ധാരാളമുണ്ട്, അതുപോലെ തന്നെ മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു 2-3 മണിക്കൂർ നമ്മൾ മൗലിദ് സംവാദത്തിന് സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൂടി ചർച്ച ചെയ്ത് തീർക്കുക എന്നുള്ളത് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി നിശ്ചയിച്ചുകൊണ്ട് ഒന്നിലധികം ചർച്ചകൾ വേണമെങ്കിൽ അതിന് നമ്മൾ തയ്യാറാണ്. അതിൻ്റെയൊക്കെ മുൻപ് അടിസ്ഥാനപരമായി ഈ വിഷയം തെറ്റാണോ ശരിയാണോ എന്നത് തീരുമാനമാക്കുക. എന്നിട്ട് അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് നീങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അജ്നാവിന് മൈക്കേറ. പിന്നെ സഹോദരന്മാരെ, ടെക്സ്റ്റിലും മാന്യത പുലർത്തണം. ഇതിപ്പോ മറ്റുള്ളവരെ കൊണ്ട് ചോദിച്ചു മേടിച്ചാണ്. ഉമർമാല എന്നുള്ളത് എഴുതിയത് കൊണ്ടാണ്, ചോദിച്ചു മേടിച്ചതാണ് മറ്റുള്ള പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റില്, അമീറിന്റെ ടെക്സ്റ്റിലാണ് വന്നത്. അമീർ അതുപോലെയുള്ള ആളുകൾ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകളോട് ടെക്സ്റ്റില് മാന്യത പുലർത്താൻ വേണ്ടി പറയണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അജ്നാവ് മൈക്കിലേക്ക് വരും. എന്താണ് ഈ പറയുന്ന കാര്യം? ഒന്ന് പറയുന്നത് അവനവനൊന്ന് ആലോചിച്ച് നോക്കണം, നല്ലതല്ലേ? അതിനാണ് ഞാൻ നിങ്ങളെ കൊടുക്കാൻ തന്നെയാണ് ഇസ്തിഗാസയുടെ ഉദാഹരണം പറഞ്ഞത്. ഇസ്തിഗാസ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മൊഹീദ്ദീൻ ശേഖ് ബദരീങ്ങൾ എന്നുള്ള ഉദാഹരണം പറഞ്ഞാൽ ഇവർ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ അത് ബദരീങ്ങളിൽ പരിമിതാക്കലാണ്, മൊഹീദ്ദീൻ ശേഖിൽ പരിമിതാക്കലാണെന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇവിടെ ചില മാലകൾ ഞങ്ങൾക്കറിയാം. ഈ മാലകളിൽ ചിലതിന്റെയൊക്കെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുണ്ട്. അതാ ഈ ഉദാഹരണങ്ങൾ പേടിക്കുന്നത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മൊഹീദ്ദീൻ ശേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ എന്ന് പറയുമ്പോൾ അതെന്താ ബദരീങ്ങളിൽ പരിമിതാകുന്നത്, മൊഹീദ്ദീൻ ശേഖിൽ പരിമിതാകുന്നത് എന്ന് ഒരാളും ചോദിക്കാറില്ല. കാരണം അതിനുശേഷം വളരെ കൃത്യമായി തന്നെ പറയുന്നു മഹാന്മാരോടുള്ള ഇസ്തിഗാസ. അതുപോലെ ഇവിടെ പറഞ്ഞിട്ട് കൃത്യമായി ഈ 3 പേര് പറഞ്ഞിട്ട് പറയണെന്താ, ഇത് മാത്രമല്ല, ഇതിനെപ്പറ്റി മാത്രം ചർച്ച എന്നല്ല, തുടങ്ങിയ മൗലിദുകളും, അത് ഏത് മൗലിദ്, ഞാൻ എന്റെ കഴിഞ്ഞ സംസാരത്തിലും അതിന് മുമ്പൊക്കെ പറഞ്ഞു, ഏത് മൗലിദായാലും അത് ബിദ്അത്താണ്. അപ്പോഴും ഇപ്പൊ ചോദിക്കണ എന്താ, എല്ലാ മൗലിദും ബിദ്അത്താണ് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എല്ലാ മൗലിദിനെ പറ്റി നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? എല്ലാ മൗലിദിനെ പറ്റി അതിന്റെ അഭിപ്രായം. ഇനി എന്താ വേണ്ട നിങ്ങൾക്ക്? എല്ലാ മൗലിദിനെ പറ്റി അതിന്റെ അഭിപ്രായം. പിന്നെ അത് നിങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തുടങ്ങിയ മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ എല്ലാ മാലപ്പാട്ടും ഞാൻ പറഞ്ഞല്ലോ, അത് മഞ്ഞക്കുളമായാലും ഇനി ചുവന്ന കുളം, ഏതൊക്കെ കുളത്തിലും ഏതൊക്കെ പുഴയിലും ആരൊക്കെയാ വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇവിടെ പണ്ട് ഒരു ചുവന്ന കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ മുമ്പ്, അതേമാതിരി ഒരു ചുവന്ന കുളം ഉണ്ടാകുകയും ആ കുളത്തിലൊരു ബീവി ഒലിച്ചു വരികയും ചെയ്താലൊക്കെ എന്ത് ചെയ്യും? അതിനും ഉണ്ടാവും മാലപ്പാട്ടൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ഏത് മാലപ്പാട്ടായാലും ഏത് മൗലിദായാലും അത് ബിദ്അത്താണ്, പുണ്യം ഉദ്ദേശിച്ചാണ് ചെല്ലുന്നതെങ്കിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇസ്തിഗാസ എഴുതുന്ന ആ വാദത്തിന് സമാനമായി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഈ വാദം എഴുതിയിരിക്കുന്നത്. ഗംഗോസ് മൗലിദ്, ശറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകൾ, മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകൾ, ഇത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അത് ബിദ്അത്താണ്. അത് ഏത് മൗലിദും ബിദ്അത്താണ്, ഏത് മാലയും ബിദ്അത്താണ്. ആ മൗലിദ് മാല എന്നതിനുള്ള ഉദാഹരണമാണ് മേലെ പറഞ്ഞത്. ഇനി ഇതല്ലാത്ത മാല നിങ്ങൾക്ക് ഉണ്ടായാലും, ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മാല, അത് ഞങ്ങൾ ചൊല്ലണ മാലയല്ല, അത് ഞങ്ങൾ ചൊല്ലണ മൗലിദല്ല. പണ്ട് ഏപ്പിക്കാർ പറഞ്ഞല്ലോ, മർക്കസ് നിറക്കി 5 ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതുപോലെ ഇനിയിപ്പോ നിങ്ങൾ ചേളാരിന്ന് 5 ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ. ഏതായാലും ശരി, അത് പുണ്യമുദ്ദേശിച്ചാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അത് ബിദ്അത്താണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളുടെ വാദത്തിലുണ്ട്. ഇനി നിങ്ങളെ വാദങ്ങൾ എഴുതുക. ഈ മൗലിദുകൾ, നിങ്ങൾ പറഞ്ഞ വാദം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ വാദത്തിനുള്ള മറുപടി തന്നെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളതിൽ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മദ്ഹ് പറയാണെന്ന് അറിയാം. എന്തൊക്കെയാണ് മദ്ഹ്? 40 വട്ടം ജനാബത്തുണ്ടായ കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങളിപ്പോ വലിയ മദ്ഹായി പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ മദ്ഹാണോ? എന്തൊക്കെ മദ്ഹാവും, എവിടെയൊക്കെ ശിർക്കുണ്ട്, അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. അതൊക്കെ വേറെ രസം ചർച്ച ചെയ്യേണ്ടോന്നല്ല, അതൊക്കെ ഇതിൽ തന്നെ ചർച്ചയ്ക്ക് വരും ഇൻഷാ അല്ലാഹ്, ചർച്ച വരികയാണെങ്കിൽ. അപ്പോ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ വാദം വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തി. അതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകും എല്ലാ മൗലിദുകളും എല്ലാ മാലകളും പുണ്യമുദ്ദേശിച്ച് ചെല്ലുന്നത് ബിദ്അത്താണ്. പിന്നെ ഉരുളക്കുപ്പേരി തരുന്ന് പറഞ്ഞല്ലോ, അത് ആദ്യം തന്നതാ അങ്ങോട്ട്. ഉമർ മാലാന്ന് അടിച്ചപ്പോ ആ ഉരുളക്കൊരു ഉപ്പേരി തന്നിട്ടേ ഉള്ളൂ. ആ ഉപ്പേരി തന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഇനി അതിനേക്കാൾ വലുത് വരാൻ കിടക്കണേ ഉള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. അത് മാന്യമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. കുബൂരി എന്ന് ഞാൻ വിളിച്ചത് മാന്യമായി തന്നെയാണ്.
അത് നിങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ വിശ്വാസം എന്നതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. അത് പറയാനുള്ള കാരണം ഈ മാലകളുടെ കൂട്ടത്തിൽ ഉമർ മൗലവിയുടെ മാല എന്ന് എഴുതിയതുകൊണ്ടാണ്. കാരണം ഒരു മുജാഹിദും ആ മാല പാടുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പാടുന്നില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പിന്നെ ആ പേരൂടെ വലിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പ്രതികരണം നടത്തിയത്. അപ്പൊ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തലല്ല, ഉദാഹരണം വ്യക്തമാക്കലാണ്. ഉമർ മൗലവിയുടെ മാല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കേട്ടിട്ടുണ്ട്, പല ഭാഗത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉമർ മാല നിങ്ങൾ പാടാനല്ല പുഴുങ്ങി തിന്നാനാണെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധമല്ല, ഞങ്ങൾ ഏതായാലും പാടാൻ പോകണില്ല. അപ്പൊ അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. പിന്നെ കുബൂരികൾ എന്ന് വിളിച്ചത് നന്നായില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളെ കൊണ്ട് അവർ പേരങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ വിശ്വാസം ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണെന്നോ അങ്ങനെ പല വിഷയങ്ങളിലോ, ഖബർ റസൂലുള്ളാഹിന്റെ ഖബറിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിങ്ങളും വിശ്വസിക്കുന്ന കാര്യങ്ങളില്ലേ, നിങ്ങളെ സംബന്ധിച്ച് കുബൂരികൾ എന്ന് പറഞ്ഞാലോ അങ്ങനെ പല വിഷയങ്ങളും ഇല്ല, എല്ലാവർക്കും പറയാൻ കിട്ടുമല്ലോ ഇതൊക്കെ. അപ്പൊ അതൊന്നല്ല മാന്യമായ ചർച്ചയുടെ ശൈലി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് നീങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് വിട്ടോളയും. പിന്നെ പരിമിതപ്പെടുത്താനല്ല പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ചർച്ചകൾ ഇതിനെ തുടർന്നുകൊണ്ട് ചർച്ചകൾ തന്നെ നമുക്ക് നടക്കണം. എന്താ 40 വട്ടം ജനാബത്തുണ്ടായത് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചു തരും, മനസ്സിലായ? ഓരോ കാര്യങ്ങളും ഇരുത്തി ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ അത് വേണമെങ്കിൽ ഒരൊറ്റ സംവാദം കൊണ്ട് ഇതൊക്കെ കൂടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ കൂടി ഇങ്ങോട്ട് കലക്കിയിട്ട് എങ്ങനെങ്കിലും മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി നോക്കാനാണ് നിങ്ങൾ ആകെ കൂടി ഇതൊക്കെ കൂടി ഇതിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ തടയുന്നത്. അത് പറ്റൂല. ചർച്ച നടക്കുകയാണെങ്കിൽ മണിമണിയായിട്ട് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കണം. അപ്പോഴേ ഓരോ വരികളെ സംബന്ധിച്ച് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ, മനസ്സിലായ? അതുകൊണ്ട് എന്താ 40 വട്ടം ജനാബത്തുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംഭവം, അത് ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിന് ടൈം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സംവാദം പലതും നടക്കേണ്ടി വരും. കാരണം മാല മൗലിദ് പറഞ്ഞാൽ 1, 2 ഒന്നും അല്ലല്ലോ. പല മഹാന്മാരെ സംബന്ധിച്ചും ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് ചെയ്തു വരുന്നത് ധാരാളമുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് എന്താക്കേണ്ടി വരും, കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടി വരും. അതിന് മതിയായ സമയവും സന്ദർഭങ്ങളും വേണ്ടി വരും. അതുകൊണ്ടൊക്കെ ഒക്കെ വെവ്വേറെ വേണം. ആദ്യമായി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്, നിങ്ങളിവിടെ പറയുമ്പോൾ 2 തരത്തിലാണ് പറയണത്. മാലകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ, നിങ്ങളെന്താ വിഷയം എഴുതിയത്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, എന്താ അതിന്റെയൊക്കെ ആവശ്യം? എന്തിനാ ഞങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ലാത്തതാവട്ടെ, നമ്മുടെ നാട്ടിലില്ലാത്തതാവട്ടെ, അടിസ്ഥാന വിഷയം തന്നെ പാടുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയിൽ അതന്നെയാണ് വരേണ്ടത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട്, അതുകൊണ്ടാണ് പറയണത്. മൗലിദ് അല്ലെങ്കിൽ ഇപ്പറയുന്ന ഞങ്ങൾ ചെയ്തു വരുന്ന ഈ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് ഞങ്ങൾ ചെയ്തു വരുന്ന മഹാന്മാരുടെ മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും ഗദ്യപദ്യ രൂപത്തിൽ സ്വന്തമായും സദസ്സായും ചെയ്തു വരുന്നു. ഇതാണ് മൗലിദ് എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന വിഷയം. ഇതാണ് അടിസ്ഥാന വിഷയം. അതിന് ഞങ്ങൾ പല വഴികൾ, പല മൗലിദുകൾ, പല രൂപത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു വരുന്നു. അത് ഞങ്ങളുടെ 2ാമത്തെ വിഷയമാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാന വിഷയം സുന്നത്താണോ ബിദ്അത്താണോ അതും കൊണ്ട് പറഞ്ഞാൽ മതി. ആ വിഷയത്തിൽ ചർച്ച നടന്നതിന്റെ ശേഷം നമുക്ക് ഓരോ വരികളെടുത്ത് ചർച്ച ചെയ്യാം. പരിമിതപ്പെടുത്താനല്ല, വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതൊക്കെ ഉദ്ദേശം കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശദമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ സമയം വേണ്ടിവരും. അതിന് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ ചർച്ച ബിദ്അത്താണോ സുന്നത്താണോ അതിലേക്കൊണ്ട് വരും. ഞങ്ങൾ അതിങ്ങോട്ട് കൃത്യമാക്കുക. ഞങ്ങൾ വ്യക്തമായി പറയുന്നു, മഹാന്മാരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ഗദ്യപദ്യ രൂപത്തിൽ സ്വന്തമായും സദസ്സുകളിലായും പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്നതും പറയുന്നതും അനാചാരമല്ല. അനാചാരമാണെങ്കിൽ അവിടെ നിങ്ങളോട് കൂട്ടിക്കൊടുത്താൽ മതി, അനാചാരമാണ്, വിഷയം അവസാനിച്ചു. ഇനി ഏതൊക്കെ മൗലിദുകളിലാണ് ശരിയുള്ളത്, എന്താണ് അതിലൊക്കെ പറയുന്ന വിഷയങ്ങൾ, ഞങ്ങളിവിടെ ചെയ്തു വരുന്ന മൗലിദുകൾ നമ്മളിവിടെ തീരുമാനമാക്കുന്ന വിരോധമില്ല എന്ന് തീരുമാനം വരികയാണെങ്കിൽ ആ തീരുമാനമാക്കിയതിനോട് യോജിക്കുന്ന തരത്തിലുള്ളതാണോ അതല്ല കുഴപ്പമുള്ളതാണോ, അത് 2ാമത്തെ ചർച്ചയാണ്. ഓരോന്നെടുത്തെടുത്ത് ഞങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടി വരും, ഓരോന്നെടുത്തുകൊണ്ട്. കാരണം അതിലൊക്കെ ഞങ്ങൾക്ക് വിശദമായി പറയാനുണ്ട്. എല്ലാ മാലയും മൗലിദും കൂടി ഒരു 2-3 മണിക്കൂർ സംവാദത്തിൽ മാത്രം ഒതുക്കിയും കൊണ്ട് ചർച്ച ചെയ്താൽ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയില്ല. കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾക്കും മനസ്സിലാക്കി തരണം. അതിനു വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ. ഈ വാദം നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി സഹോദര, എന്നാ തീർന്നില്ല വിഷയം. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതി.
ഞങ്ങളുടെ വാദം ഞങ്ങൾ ആദ്യം തന്നെ എഴുതിയല്ലോ. ആ വാദം നിങ്ങളുടേത് എന്താണോ ഈ വിഷയത്തിലുള്ള വാദം അത് നിങ്ങളൊന്ന് എഴുതി, എന്നാ തീർന്നു. എന്താണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക? എന്താണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാത്തതെന്നാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഒരുപാട് മൗലിദികളുണ്ടാവും. ഓരോ മൗലിദികളും ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് വിഷയം ഉണ്ടാവും. ഇവിടെ മൊഹീദ്ദീൻ ശേഖിന്റെ എഴുതുമ്പോൾ അങ്ങനെ പറയലുണ്ടോ? ഇവിടെ നാട്ടിൽ ഒരുപാട് ജാറങ്ങളുണ്ട്, ആ ജാറത്തിലൊക്കെ ഒരുപാട് മഹാന്മാരുണ്ട്, ആ മഹാന്മാരുടെതൊക്കെ തീരുമാനമാണെങ്കിൽ കുറെ ദിവസം എടുക്കുമെന്ന് പറയലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഉദാഹരണമായി പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു എന്നിങ്ങനെ മഹാന്മാരോടുള്ള ഇസ്തിഗാസ. അതുപോലെ ഇവിടെ കൃത്യമായി ഞങ്ങൾ എഴുതി മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകൾ. അത് ഏത് മൗലിദായാലും. പിന്നെ നിങ്ങൾ എന്താ ചോദിക്കുന്നത്? നമ്മളൊരു തീരുമാനമായി വന്നാൽ ഏത് പറ്റും? ഒരു തീരുമാനവും മൗലിദിന്റെ വിഷയത്തിൽ വരാൻ പോകുന്നില്ല. അത് ബിദഅത്താണെന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഒരു മൗലിദിന്റെ വിഷയത്തിലും പറ്റുക എന്ന അല്ലെങ്കിൽ യോജിക്കുക എന്ന ഒരു തീരുമാനം വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ തുടങ്ങിയ മൗലിദുകൾ എന്ന് എഴുതിയത്. ഒരു മാലയുടെ വിഷയത്തിലും തീരുമാനം വരാൻ പോകുന്നില്ല. കാരണം എന്താ? തുടങ്ങിയ മാലപ്പാട്ടുകളും ഈ മൗലിദും മാലയും പുണ്യമുദ്ദേശിച്ചുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ അത് ബിദഅത്താണ്. അതാ ഞങ്ങളിവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയത്. പിന്നെ നമ്മുടെ നാട്ടുപ്രചാരത്തിലുള്ളതല്ലേ മങ്കൂസ് മൗലിദ്? അത് എഴുതി നിങ്ങളുടെ നാട്ടുപ്രചാരത്തിലില്ലാത്തതാ? നാട്ടുപ്രചാരത്തിലുള്ളതല്ലേ അത്? മൊഹീദ്ദീൻ ശേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് അല്ലെങ്കിൽ മഹാന്മാരോട് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ എന്നല്ലേ നമ്മൾ എഴുതാറുള്ളത്. അപ്പോ അവിടെ ഉദാഹരണമായിട്ടാണ് ഈ മഹാന്മാരുടെ പേര് പറഞ്ഞത്. അതേപോലെയാണ് ഞങ്ങൾ ഇവിടെ മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് ഈ മൂന്നിന്റെ പേര് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയ മൗലിദുകൾ. ഇതല്ലാത്ത മൗലിദുണ്ടോ? അതും അതിൽ പെട്ടു. ഇത് ഇപ്പോ ഇന്ന് വരെ ഉള്ള എല്ലാ മൗലിദും പെട്ടു. ഇനി നാളെ നിങ്ങൾ വേറെ മൗലിദ് ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു മഹാന്റെ പേരിൽ, അതും പെട്ടു. ഇനി സംവാദത്തിന്റെ തലേ നിങ്ങൾ മൗലിദ് എഴുതി കൊണ്ടുവരിക വേറൊന്ന്, അതും പെട്ടു. അത് ഈ മൗലിദൊക്കെ നിങ്ങൾ പുണ്യോദ്ദേശിച്ചാണോ ചെല്ലുന്നത്? ആണെങ്കിൽ അത് ബിദഅത്താണ്. എത്ര പ്രാവശ്യമായി പറയുന്നു എല്ലാ മൗലിദും പെട്ടു, എല്ലാ മൗലിദും പെട്ടു, എല്ലാ മാലയും പെട്ടു, എല്ലാ മാലയും പെട്ടു. ഇനി ആ കൂട്ടത്തിൽ ഷിർക്കിന്റെ വരിയുള്ള മൗലിദ് നിങ്ങൾ എഴുതിയോ? ഷിർക്കിന്റെ വരി ഇല്ലാത്തൊരു മൗലിദ് എഴുതിയാൽ അത് ബിദഅത്ത്. അതിൽ ഷിർക്കുണ്ട്. ആ ഷിർക്കിന്റെ കൂട്ടത്തിൽ പിന്നെ ഈ ഷിർക്കും കള്ളക്കഥയില്ലാത്തൊരു മൗലിദ് ഉണ്ടാക്കാനും കഴിയൂല. അത് വേറൊരു കാര്യമാണ്. അങ്ങനെ ഒരു മൗലിദ് ലോകത്തുണ്ടാവില്ല. ഷിർക്കിന്റെ വരിയില്ലാത്ത കള്ളക്കഥയില്ലാത്തൊരു മൗലിദ് തന്നെ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഏത് മൗലിദ് നിങ്ങൾ എടുത്താലും അടിസ്ഥാനപരമായി മൗലിദ് തന്നെ വിഷയം പറഞ്ഞത് ഇവിടെ. കാരണം ഞങ്ങൾ വളരെ കൃത്യമായ വിഷയം മനസ്സിലാക്കിയിട്ടാ വന്നത്. വിഷയം എന്ത്? മാല മൗലിദുകൾ. ആ മാല മൗലിദുകൾ എന്നുള്ള വിഷയത്തിൽ ഞങ്ങളുടെ വാദം എന്ത്? ഈ മാല മൗലിദുകൾ, മാലക്ക് 3 ഉദാഹരണം പറഞ്ഞു, മൗലിദിന് 3 ഉദാഹരണം പറഞ്ഞു. ഈ മൗലിദുകൾ മാത്രമല്ല വേറെ മൗലിദുകൾ, അതിനാ തുടങ്ങിയ എന്ന് മലയാളത്തിലുള്ള വാക്ക് 2 സ്ഥലത്ത് ഞങ്ങൾ പ്രയോഗിച്ചത്. തുടങ്ങിയ മൗലിദുകളും തുടങ്ങിയ മാലപ്പാട്ടുകളും ഇതല്ലാത്തുണ്ടെങ്കിൽ അതും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദഅത്താണ്. തീർന്നില്ലേ? എത്ര കൃത്യമാണ് ഞങ്ങളുടെ വാദം. ഏത് മൗലിദായാലും അത് ബിദഅത്താണ്. ഏത് മാലയായാലും പുണ്യമുദ്ദേശിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അത് ബിദഅത്താണ്. ഇനി ആ മാലയിൽ എന്തുണ്ട്? ശിർക്കുണ്ട്. അതേപോലെ കള്ളക്കഥകൾ ഉൾക്കൊള്ളുന്ന വരികൾ അത് വേറെയുണ്ട് എന്നത് ഞങ്ങളുടെ മറ്റൊരു വാദമായിട്ടാണ് ഞങ്ങൾ എഴുതിയത്. അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ആ വാദത്തിന്റെ. ഇനി അത് വെച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ബിദഅത്താണ് ഞങ്ങൾ എഴുതി. ബിദഅത്താണ്. ഏത് മൗലിദായാലും ഏത് മാലപ്പാട്ടായാലും പുണ്യമുദ്ദേശിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അത് ബിദഅത്താണ് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി എഴുതി. പിന്നെ ഞങ്ങളെ മാല പൊഴുങ്ങി, ഉമർ മൗലവിന്റെ മാല പൊഴുങ്ങിത്തിന്നാനാണോ? കൃത്യമാവട്ടെ, അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ നേരെ വരട്ടെ. ഇപ്പൊ ഞങ്ങളുടെ വാദം ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത്, നമ്മളുടെ ആളുകൾ അടിച്ചിരിക്കുന്നു, മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലിദുകൾ ചെല്ലുന്നത് പുണ്യകർമ്മമാണ്. ഇത് അടിസ്ഥാന വിഷയമാണ്. ഇവിടെ പുണ്യകർമ്മമല്ല അല്ലെങ്കിൽ ബിദ്അത്താണ് എന്നത് എതിർപക്ഷത്തിന്റെ വാദം. ഇവിടെ ഞങ്ങൾക്ക് കൃത്യമായ ഒരു കാര്യം പറയാനുള്ള, ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ, മൗലിദുകൾ എന്ന അടിസ്ഥാന വിഷയം ചർച്ച നടക്കട്ടെ. അതിന്റെ ശേഷം നമുക്ക് വിശദമായി തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി പല പ്രാവശ്യങ്ങളിലായി വേണമെങ്കിൽ അങ്ങനെ തന്നെ വിശദമായി നമുക്ക് ചർച്ച നടത്തണം. അതിന് വേണ്ടി എതിർപക്ഷം തയ്യാറാവണം. അവിടെ ഓരോ മൗലിദുകൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാം. മങ്കൂസ് മൗലിദ് ഉദാഹരണമായിട്ട് നേരത്തെ ഇവരൊക്കെ പറയുന്നത് കേട്ടു. 100 മങ്കൂസ് മൗലിദ് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് ആ മങ്കൂസ് മൗലിദിലുള്ള പറ്റുന്നതും പറ്റാത്തതും തെറ്റും ശരിയായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കണം? ചർച്ച ചെയ്യണം. അതിന്റെ മുൻപ് ആദ്യത്തെ ചർച്ച അടിസ്ഥാന വിഷയത്തിലാണ്.
ആദ്യത്തെ ചർച്ച അടിസ്ഥാന. അപ്പൊ എതിർപക്ഷം അവരുടെ വാദം ഈ ഒരു രൂപത്തിലാക്കിയിട്ട് ഇങ്ങോട്ടൊന്നും ഒന്ന് ചേഞ്ച് മാറ്റേണ്ടതുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മൗലിദുകൾ ചൊല്ലുന്നത് പുണ്യകർമ്മമാണ്. ഇത് അടിസ്ഥാന വിഷയമാണ്. ഇത് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി തന്നെ ഞങ്ങൾ പറയുന്നു, ഇത് സദസ്സുകളിലായിട്ട് അതുപോലെ തന്നെ സ്വന്തമായി അങ്ങനെ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മമാണ്. ഇങ്ങനെ ചെയ്യുക എന്ന വിഷയം തന്നെ ഇസ്തിഗാസ പോലെ, ഇസ്തിഗാസ എന്ന് പറയുന്ന അടിസ്ഥാന വിഷയം അതാണ് ഉദ്ദേശിക്കാറുള്ളത്. ഈ അടിസ്ഥാന വിഷയം ബിദ്അത്താണ് അല്ലെങ്കിൽ ശിർക്കാണെന്ന് പറയാറുള്ളത് പോലെ ഈ അടിസ്ഥാന വിഷയം അങ്ങനെ ഒരു വിഷയം തന്നെ അല്ല. മൗലിദ് ചെല്ലുക, മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് സദസ്സുകളിലോ സ്വന്തമായ മഹാന്മാരെ മദ്ഹ് ചെയ്യുക എന്നൊരു പരിപാടി ബിദ്അത്താണ് എന്നാണ് എതിർപക്ഷം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതൊന്നും ഇങ്ങോട്ട് എഴുതാൻ തയ്യാറാവുക. അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ആവശ്യമുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു സംവാദം നടത്തി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, ഒരു സംവാദം നടത്തിയെന്ന് രണ്ടു കൂട്ടരും റൂമിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഏർപ്പാടിനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ അതിന് കുറെ അധ്വാനമുണ്ട്, കുറെ സമയമുണ്ട്, കുറെ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്, ആളുകളുടെ സമയം ഉപയോഗപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വേറിട്ടുകൊണ്ട് വ്യക്തമായി ചർച്ച നടത്തണം. നമ്മളിപ്പോ ഒരു ഇസ്തിഗാസ നടത്തുന്ന പോലല്ല. ഇസ്തിഗാസ നടത്തുമ്പോ മഹാന്മാരെ ഇന്നാള് വിളിക്കലും മറ്റാള് വിളിക്കലും വേറൊരാള് വിളിക്കലും അങ്ങനെ പറയേണ്ടതില്ല. ഇസ്തിഗാസ എന്ന അടിസ്ഥാന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ചർച്ച വരിക. അത് എല്ലാം അതിൽ പെട്ടു എന്നതുപോലെയാണ് എതിർപക്ഷം ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആ പറഞ്ഞതൊന്നും അങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടെ ഞങ്ങൾ പറഞ്ഞതുപോലെ മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് സദസ്സിലും സ്വന്തമായും ഗദ്യപദ്യ രൂപത്തിൽ മഹാന്മാരെ മദ്ഹ് ചെയ്യുന്നത് ബിദ്അത്തല്ല, അനാചാരമല്ല. പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് ബിദ്അത്തല്ല, അനാചാരമല്ല. എതിർപക്ഷം അത് അനാചാരമാണ്. ഈ വിഷയത്തിലാണ് ആദ്യത്തെ ചർച്ച. അതിന്റെ ശേഷം നമ്മൾ തീരുമാനമാക്കുന്നത് പ്രകാരം എത്ര മൗലിദുകൾ നമുക്ക് ആദ്യ റൗണ്ടിൽ എത്ര മൗലിദുകളെ ചർച്ച ചെയ്യാൻ പറ്റും, ആ വിഷയം നമുക്ക് വേറിട്ട് തന്നെ ചർച്ച നടത്തണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്നല്ലാതെ ഈ വിഷയം അടിസ്ഥാന വിഷയം ചർച്ച ചെയ്യണം, ഇതുപോലെ ഇവിടെയുള്ള ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൗലിദുകളും അന്നത്തെ ഒറ്റ ദിവസത്തിൽ തന്നെ ചർച്ച ചെയ്യണം എന്ന് എതിർപക്ഷം ശഠിക്കുന്നത് അത്ര ഉചിതമല്ല. കാരണം അതുകൊണ്ട് വിഷയം അവസാനിക്കുന്നതല്ല. എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മതിയാകില്ല. കാരണം ഞങ്ങൾ ചെല്ലുന്ന മൗലിദുകളായി എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് കുറ്റമുണ്ട്. അതിലെന്തെല്ലാം ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ കുറ്റം പറയാറുള്ള സ്റ്റേജിൽ കയറുമ്പോൾ ഈ സംവാദത്തിൽ വരുമ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഓരോന്നും കുറ്റകരമാണെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാൻ ധാരാളം സമയം വേണ്ടി വരും. അപ്പോൾ ഒരു സംവാദം പോരാ. വ്യക്തമായി ഞങ്ങൾ ന്യായമായ ആവശ്യം ഉന്നയിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത് അംഗീകരിച്ചതിന് നമുക്ക് ഏതായാലും സന്തോഷമുണ്ട്. ഈ വിഷയം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ആ വിഷയത്തെ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വാദം എഴുതണം. രണ്ടാമതായി ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനമാക്കുന്ന പ്രകാരം ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞതോ അല്ലാത്തതോ ആയ ഏതാനും മൗലിദുകൾ ആദ്യം ചർച്ച ചെയ്യുക. പിന്നെ അടുത്തത് അങ്ങനെ നമുക്ക് ചർച്ചകൾ കൃത്യമായി കൊണ്ടുപോയാൽ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാകും. എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്യാനും സാധിക്കും. അതാണ് ഏറ്റവും യോജിച്ച വഴി എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതിനെ സംബന്ധിച്ച് എതിർപക്ഷം പറയണം. ഞങ്ങളുടെ വാദത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ആദ്യം എഴുതിയപ്പോ മനസ്സിലായില്ല എന്ന് മാത്രം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വരികയാണ്. അത് ഞങ്ങളുടെ വാദം മാറ്റേണ്ടതല്ല. ഞങ്ങളുടെ വാദം ആദ്യം എഴുതി തന്നെയാണ്. ഒരു മാറ്റവും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല, ഇപ്പോഴും വരുത്തുന്നില്ല. ആ വാദം വളരെ കൃത്യമാണ്. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകൾ, അവിടെ മാത്രം നിർത്തിക്കങ്ങൾ, തുടങ്ങിയ മൗലിദുകൾ അത് പുണ്യകർമ്മം ഉദ്ദേശിച്ച് ചൊല്ലുന്നത് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ എന്താ മനസ്സിലാക്കുക? ഈ മൂന്നെണ്ണം മാത്രമേ പറ്റാത്തുള്ളൂന്നാ? പറ്റുന്ന കുറെ മൗലിദ് വേറെ ഉണ്ട് എന്നാ? അല്ല, ഏത് മൗലിദായാലും അത് ബിദ്അത്ത് തന്നെയാണ്. ഞാൻ ഈ തുടക്കം തൊട്ടേ പറയണ്ട, ഇപ്പോഴല്ല. ഈ വാദത്തിൽ നിന്ന് തന്നെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. തുടങ്ങി നിങ്ങളും അത് അംഗീകരിച്ചാണ്. നമ്മളെ വളരെ കൃത്യമായി ആദ്യം മുതലേ അത് പറഞ്ഞതാണ്. ഇപ്പൊ സംഭവിച്ചതല്ല. നിങ്ങൾക്കത് മനസ്സിലാകാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ മനസ്സിലായില്ല എന്നരിക്കുന്നത്. അതിനാണ് ഞാൻ ഇസ്തിഗാസന്റെ ഉദാഹരണം ആദ്യം തന്നെ പറഞ്ഞത്. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ രണ്ടാൾ ഉദാഹരണം പറഞ്ഞാൽ ഇവർ രണ്ടാളിത് മാത്രമല്ല, എല്ലാവരും അതിൽ പെട്ടു. ആരോടുള്ള ഇസ്തിഗാസയും പെട്ടു. അതേപോലെ ഇവിടെ ഈ 3 മൗലിദുകളുടെ ഉദാഹരണം പറയുന്നതോടുകൂടി ഏത് മൗലിദും പെട്ടു, എല്ലാ മൗലിദും പെട്ടു എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് പിന്നെ അൽഹംദുലില്ലാ ഇപ്പൊ അത് പണ്ട് മത്തിത്തലേന്റെ കിസ്സ അറിയാറുണ്ടല്ലോ. മത്തിത്തല വാങ്ങിക്കൊണ്ടുപോയിട്ട് അവസാനം 15 റുപ്യന്റെ മത്തിയെ നീട്ടിയപ്പോ ഇപ്പൊ തല തിന്നപ്പോ ബുദ്ധി വെച്ചില്ല എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാകാത്തത് ഇപ്പൊ മനസ്സിലായി എന്ന് മാത്രം. അല്ലാതെ ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങളുടെ വാദം എന്താ? നിങ്ങൾ ഇതുവരെ പറഞ്ഞു മഹാന്മാരെ മദിഹ് ചെയ്യൽ ഗദ്യമായോ പദ്യമായോ പുണ്യമുദ്ദേശിച്ച് ഒറ്റക്കോ സഹസായിട്ടോ ഒക്കെ മാല മൗലിദികൾ ചിലർ സുന്നത്താണ്, പുണ്യകർമാണ്. ശരി, നിങ്ങളുടെ വാദം അതാണ്. അതിനുള്ള മറുപടിയാണിത്. അത് നിങ്ങൾ എങ്ങനെ ചൊല്ലിയാലും ഇനിയിപ്പോ അതിൽ ഒറ്റക്കോ കൂട്ടം ചേർന്നൊക്കെ ഉള്ളത് ഇതിൽ വേണമെങ്കിൽ അത് കൂട്ടി ചേർത്തുതരാം. മൗലിദ് തുടങ്ങിയ മൗലിദുകളും അതേപോലെ മൊഹീദ്ദിമാല, റിഫായമാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും ഒറ്റക്കോ കൂട്ടായോ സംഘം ചേർന്നോ പുണ്യമുദ്ദേശിച്ച് ചൊല്ലുന്നത് വിദേഹത്താണ്. അത് മാത്രം മതിയോ? ഇപ്പോ അങ്ങനെ മതിയെങ്കിൽ നിങ്ങൾ അതെടുത്തോളൂ. ഇപ്പൊ അത് മാത്രം മതി. അതിലുള്ള ശിർക്കും അതേപോലെ കള്ളക്കഥകളൊക്കെ പിന്നെ ചർച്ച ചെയ്താൽ മതി എന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞോ. നിങ്ങൾ ഈ ചെല്ലുന്ന മൗലിദ് എന്ന് പറഞ്ഞ ഏർപ്പാട് തന്നെ വിദേഹത്താണ്. അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഈ മാല എന്ന് പറഞ്ഞ ഏർപ്പാട് തന്നെ വിദേഹത്താണ്. അതിന് നിങ്ങൾ എന്ത് പേര് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചില്ലേ പുഴുങ്ങി തിന്നാനാണ് ഉമർ മൗലവിന്റെ മാലാന്ന്. നിങ്ങൾക്ക് മാലാന്ന് മൗലിദ് കേൾക്കുമ്പോൾ പുഴുങ്ങി തിന്നലേ ഓർമ്മയുള്ളൂ. അതിനാണല്ലോ ഇത് കാര്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഒരു മാലയും ചെല്ലുന്നില്ല, ഞങ്ങൾ ഒരു മൗലിദും ചെല്ലുന്നില്ല. അതാണ് ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി എഴുതിയത്. നിങ്ങൾ ഏത് മൗലിദ്, ഞാൻ എത്ര നേരമായി പറയുന്നു, നിങ്ങൾ ഏത് മൗലിദ് ഉണ്ടാക്കിയാലും, നിങ്ങൾ സംവാദത്തിന് വരുന്നതിന്റെ തലേന്നൊരു മൗലിദ് ഉണ്ടാക്കിയാലും, എന്നിട്ടല്ലേ ബാക്കി 333 വക കിതാബിലില്ലാത്ത 555 വക ഏട്ടിലില്ലാത്ത ഒരു മൗലിദ് നിങ്ങൾ പുതിയതുണ്ടാക്കിയാലും അതും വിദേഹത്താണ്. അതല്ലേ ഇവിടെ എഴുതി വെച്ചത്. ഇത് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ് നിങ്ങളുടെ വാദം. ശരി, ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ വാദങ്ങൾ പിന്നെ ചർച്ചക്കെടുത്തോളൂ. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്നവയുമുണ്ട്, വരികളുമുണ്ട് എന്നത് നമുക്ക് പിന്നെയാണോ ചർച്ച ചെയ്യേണ്ടത്? എല്ലാം കൂടി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കി തരാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പ്രയാസമാണെങ്കിൽ. എന്താണ് ഈ മങ്കൂസ് മൗലിദ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന് എഴുതിയിട്ട് വിഷമമുണ്ടെങ്കിൽ അതും ഒഴിവാക്കിക്കോ. മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മൊഹീദ്ദി മാല, റിഫായി മാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. അവിടെ നിർത്തിക്കുക തൽക്കാലം. ഇനി നിങ്ങളെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു മനസ്സമാധാനത്തിന് എന്ത് ചെയ്യുക, ഒറ്റക്കോ കൂട്ടായോ എന്നുള്ളതും കൂടി ഇവിടെ കൂട്ടിച്ചേർത്തിരാം. ഇതാണ് എത്ര നേരമായി ഞങ്ങളിത് പറയുന്നു. ഇത് ആദ്യം മുതലേ തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഇവിടെ വിഷയം എന്താ? മാല മൗലിദാണ്. ആ മാല മൗലിദ് എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വാദെഴുതിയിരിക്കുന്നത്. ഒരാൾക്കും പറയാൻ പറ്റൂല ഇത് വായിച്ചിട്ട് കുറെ മാലയൊക്കെ പറ്റിയതുണ്ട് എന്നാരും പറയില്ല. ആയിക്കോട്ടെ, ഇപ്പൊ ശരിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ഞങ്ങൾ ഇപ്പോഴാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് എതിർവശം പറഞ്ഞത് എന്തെന്ന്, ഞങ്ങൾക്ക് ഈ വാദത്തിൽ നിന്ന് ഇന്ന ഭാഗം നമുക്ക് പിന്നേക്ക് വെക്കാം, ഇന്ന ഭാഗം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഓക്കെ, നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് ആ രൂപത്തിൽ തന്നെ ചർച്ചയെ കൊണ്ടുപോയത്. നല്ല നിലക്ക് കാര്യങ്ങൾ പോവട്ടെ. പിന്നെ മത്തിത്തല തിന്നതിന്റെ ബുദ്ധിയാണ് അത് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കണ്ട, അത് വേറെ കാര്യം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, മഹാന്മാരോട് നമ്മൾ ഇസ്തിഗാസ നടത്തുമ്പോ ഇസ്തിഗാസ മഹാന്മാർ മാറുന്നതിനനുസരിച്ച് ഏതുണ്ടാവില്ല. ഇസ്തിഗാസ എന്നുള്ള വിഷയത്തിൽ ഇസ്തിഗാസൊക്കെ ഒന്ന് തന്നെയാണ്. മനസ്സിലായ? മഹാന്മാര് മാറി എന്നുള്ളതുകൊണ്ട് ഒരാളോടൊരു ഇസ്തിഗാസ മാറാട് വേറെ ഇസ്തിഗാസല്ല. അതല്ല വിഷയം. അതുപോലല്ല ഇവിടെ മൗലിദ് എന്ന് പറയുന്നത്, ഞങ്ങൾ വ്യക്തമായി വേണ്ടി പറയാമെന്ന് മാത്രം, വേറെ നമുക്ക് വളരെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നുണ്ട്. സംവാദം ഇൻഷാ അല്ലാഹ് നമുക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മൗലിദ് എന്ന് പറയുമ്പോൾ അത് മഹാന്മാരുടെ മഹത്വങ്ങൾ വ്യത്യസ്തങ്ങളാണ്. എല്ലാവരും ഒരേ രൂപത്തിലും അല്ലെങ്കിൽ ഒരേ മഹത്വങ്ങൾ അറിയപ്പെട്ടവരാവില്ല. അപ്പൊ അവരുടെ മദ്ഹകൾ ഞങ്ങൾ പറയുമ്പോൾ വ്യത്യസ്ത മഹാന്മാരുടെ മദ്ഹകളും മൗലിദുകളൊക്കെ ആവുമ്പോ സ്വാഭാവികം അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിലൊന്നും വലിയ ഒരു ചർച്ചയോടൊന്നും ആവശ്യമില്ല. മഹാന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പൊ അമ്പിയാക്കളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് മദ്ഹ് പറയുമ്പോൾ ആ വ്യത്യസ്ത തരത്തിലാണ് അവരവരുടെ മദ്ഹുകൾക്കനുസരിച്ചാണ് പറയാ. അപ്പൊ അതൊക്കെ ഓരോ മൗലിദുകളും തമ്മിൽ ഏതുണ്ടാവും, ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇസ്തിഗാസ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് നമുക്ക് എന്തായിരിക്കണം, നമ്മുടെ സമയത്തിന് ഇപ്പോൾ 2 മണിക്കൂർ നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ചയുടെ ഒരു പരിമിതി ഉണ്ടാവും. അവിടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയങ്ങളല്ലേ ആ 3 മണിക്കൂറിൽ പറ്റുള്ളൂ. എല്ലാ മൗലിദുകളും അതിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വിഷയം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം.
കൊണ്ട് നേരത്തെ ഇന്നത് നമുക്ക് എടുക്കാം മറ്റത് ഒഴിവാക്കാം എന്ന് പറഞ്ഞതുപോലെ എതിർവശം ആരാന്ന് വെച്ചാൽ അവരുടെ ആ വാദം അങ്ങോട്ട് എഴുതുക. ഞങ്ങളിവിടെ എഴുതിയിട്ടുണ്ട് മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലിദുകൾ ചെല്ലുന്നത്. അതിപ്പോ സ്വന്തമായി സദസ്സിലായി എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തായാലും പുണ്യം തന്നെയാണ്. അത് സദസ്സിലാവുമ്പോൾ മാത്രം പുണ്യമുള്ള അല്ലെങ്കിൽ സ്വന്തമായാൽ മാത്രം പുണ്യമുണ്ട് എന്നൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം തന്നെ പുണ്യമുള്ള കാര്യമാണ്. എങ്ങനെ ചെയ്താലും ശരി ആ രൂപത്തിൽ ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടെ എഴുതാം ഞങ്ങളുടെ വാദം ഇതാ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലിദുകൾ ചൊല്ലുന്നത് പുണ്യകർമ്മമാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എഴുതാം പുണ്യകർമ്മമല്ല. ഈ വാണിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ കൂട്ടി കൊടുത്തുകൊണ്ട് എഴുതാം. ഏതായാലും ചർച്ച ഇൻഷാ അല്ലാഹ് ഇപ്പോ സമ്മതിച്ചത് പ്രകാരം അടിസ്ഥാനപരമായ ചർച്ച നടക്കാൻ പോകുന്നത് മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് അവരുടെ പ്രകീർത്തനങ്ങളും മഹത്വങ്ങളും ചരിത്രങ്ങളും സ്വന്തമായോ സദസ്സിലായോ എങ്ങനെയായാലും പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് പറയുന്നത് പുണ്യകർമ്മമാണ്, അനാചാരമല്ല. ഇവിടെ ഇതാണ് അടിസ്ഥാന വിഷയം, ഇതാണ് അടിസ്ഥാനവാദം. ആ വാദത്തിനെയാണ് എതിർവശം എതിർക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് തന്നെ പുണ്യകർമ്മമല്ല, അനാചാരമാണ് എന്നതാണെങ്കിൽ അതിങ്ങോട്ട് എഴുതുക. എന്നിട്ട് ആദ്യത്തെ നമ്മുടെ സംവാദം ആ രൂപത്തിലായിരിക്കും. അടിസ്ഥാനപരമായി അങ്ങനെ ഒരു വിഷയം ദീനിലുണ്ടോ ഇല്ലയോ, പുണ്യകർമ്മമാണോ അല്ലയോ എന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് തീരുമാനമാക്കണം ഇനി അങ്ങനെ ഉണ്ടായാൽ ചെയ്താൽ ചെയ്യുന്ന മൗലിദുകളിൽ ഏതൊക്കെയാണ് അനുവദിക്കപ്പെടാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് അനുവദിക്കപ്പെടാൻ പറ്റാത്തത്, അതിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന ചർച്ച. അവിടെ നമുക്കൊരു പരിമിതിയൊക്കെ ഉണ്ടായിരിക്കും. കാരണം പല മൗലിദുകൾ ഉണ്ടാകുമ്പോൾ പലതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. മങ്കൂസ് മൗലിദിൽ തന്നെ നിങ്ങൾ പറയാറുള്ളത് പ്രകാരം ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ചിലപ്പോൾ ഒരു സംവാദം തന്നെ നമുക്ക് അതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരാം. ആയിക്കോട്ടെ, നമുക്ക് യാതൊരു തിരക്കുമില്ല, ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഏതൊരു വർഷം അതിന് റെഡിയായാൽ മതി. നമുക്ക് തെരഞ്ഞെടുത്തുകൊണ്ട് ഓരോന്നായി ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങൾ വേർതിരിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾക്ക് പറയാനുള്ളതും കൃത്യമായി പറയാൻ കഴിയും, ഞങ്ങൾക്ക് പറയാനുള്ളതും പറയാൻ കഴിയും. ഇത് വേറിട്ട് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേസ് മത്തിത്തലേന്റെ കേസ് തന്നെയാണ്. വളരെ സത്യമാണ്. കാരണം ഇത് ഞാന് വളരെ കൃത്യമായിട്ട് ആദ്യ വാദം പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു അത് അങ്ങനെ പറ്റൂല, എല്ലാ മൗലിദും വരണം, അത് എല്ലാ മൗലിദും വരും എന്നുള്ളത് വളരെ കൃത്യമായി വിശദീകരിച്ചപ്പോ മൂപ്പർക്ക് ബോധ്യപ്പെട്ടു എല്ലാ മൗലിദും അതിൽ വരും. പിന്നെ മൂപ്പരെ പ്രശ്നം എന്താ, അതിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് നമ്മൾ പറഞ്ഞതായിരുന്നു പ്രശ്നം. നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ തൽക്കാലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരാം. അങ്ങനെ നമ്മൾ മാറ്റിക്കൊടുക്കാൻ പറഞ്ഞപ്പോ മൂപ്പര് പറയാം എന്നാ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ആലോചിച്ചൊക്കെ ഞങ്ങള്. അപ്പൊ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാദം ഇവിടെ എഴുതിയത്. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ മൗലിദ് വ്യത്യസ്തല്ലേ ആണല്ലോ. നിങ്ങളെ മറ്റേ മുൻപത്തെ ബീവിനെ പറ്റിയുള്ളതല്ലല്ലോ ഈക്കേനെ പറ്റിയുള്ളത്, അത് വ്യത്യസ്തമെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിവിടെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന ഞങ്ങളുടെ വാദം വായിച്ചപ്പോ മൂപ്പര് അതിനായില്ല എഴുതിയത്. നിങ്ങളെതിരാ പിന്നെ ഒറ്റക്കോ കൂട്ടായോ എന്ന് എഴുതിയത്? നിങ്ങൾ ഒറ്റക്കോ കൂട്ടായോ എന്ന് എഴുതിയ എന്തിനാ ഒരാവശ്യമില്ല നിങ്ങൾ ഇനിയിപ്പോ പറഞ്ഞു അത് ഞാൻ വെറുതെ എഴുതിയതാണ്. അതന്നെ ഞങ്ങൾ അങ്ങനെയല്ല എഴുതിയത്, ഞങ്ങൾ വെറുതെ എഴുതിയതല്ല, ഞങ്ങൾ വളരെ സ്വദേശം എഴുതി തന്നെയാണ് നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള. അപ്പൊ ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിച്ചു. എന്ത്? നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ബിദ്അത്താണ്. ഇതാണ് ഞങ്ങളുടെ വാദമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ആ വാദം വളരെ കൃത്യമായി പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇതും കൂടി എഴുതിയിരുന്നു, ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്നതാണ്, അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. നിങ്ങൾ ഇപ്പൊ അത് ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായ മാറ്റി, അല്ലാതെ മോശമായോണ്ടല്ല. നിങ്ങളെ പിന്നെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞോണ്ടാ. ഇനി നിങ്ങൾ പക്ഷെ പിന്നെ വീണ്ടും നിങ്ങൾ പറഞ്ഞു വന്നപ്പോ അതും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കോലത്തിൽ തന്നെയാണ് വന്നത്. ഇനി അത് വേണോ വേണ്ടേ? നിങ്ങൾക്ക് ആ വരി ഇപ്പൊ ആ വശം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഇങ്ങനെ പുണ്യകർമ്മമാണ് എന്ന് അടിച്ചിട്ട് ഒരു കാര്യമില്ല അമീറെ. നേരത്തെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞ വാദാണ് സുന്നത്താണ് എന്നത്. എന്താ അതേതാ നിങ്ങൾക്ക് ഇത്ര പേടി അത് ടൈപ്പ് ചെയ്യാൻ? എന്താ അത് നിങ്ങൾക്ക് ടൈപ്പ്? ഞങ്ങളിവിടെ കൃത്യമായ ഒരു ബിദ്അത്താണ്. നിങ്ങളുടെ നസൂഹ് പറഞ്ഞു അത് സുന്നത്താണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ സുന്നത്താണെന്ന് തന്നെ എഴുതുങ്ങൾ. നിങ്ങളുടെ നാട്ടില് നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതണമല്ലോ, നിങ്ങൾ എഴുതിയത് തന്നെ ശരിയാണ്. മഹാന്മാരെ ആ മദ്ഹ് ചെയ്യാൻ ഗദ്യമായോ പദ്യമായോ പുണ്യം ഉദ്ദേശിച്ച് ഒറ്റക്കോ സദസ്സായോ മാല മൗലൂദുകൾ ചിലര് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനെയാണ് നിങ്ങളുടെ കറക്റ്റായ വാദം. അതിനെതിരെയാണ് ഞങ്ങൾ ഈ വാദം എഴുതിയത്. അത് ബിദ്അത്താണ്, അത് ഏത് മൗലിദും ബിദ്അത്താണ്.
അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. ആ ഭാഗം ഇപ്പൊ ചർച്ച ചെയ്യണ്ട, മറിച്ച് ഇത് ബിദഅത്താണെന്ന് ചർച്ച ചെയ്താൽ തന്നെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലക്ക് നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, ബിദഅത്താണ്, നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരും, അപ്പൊ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ കാര്യമില്ലല്ലോ എന്നുള്ള നിലക്കാവും. എന്നിട്ടും ഒഴിവാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഓരോക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്ത് വിശദീകരിച്ചു തരാം. ഓരോ വരിയും അത് നിങ്ങൾ എടുത്തു വെക്കണ ഏത് മൗലിദായാലും, ഞാൻ പറഞ്ഞു നിങ്ങൾ തലേന്നൊരു മൗലിദ് ഉണ്ടായിക്കൊണ്ടുവന്നു, അതായാലും എടുത്തു വെച്ചാൽ അത് ബിദഅത്താണെന്നുള്ള നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അതേപോലെ അതിൽ ശിർക്കുണ്ട്, കള്ളക്കഥകളുണ്ട് എന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അതിലൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോ ഈ വാദം നിങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടാമത്തേക്ക് മാറ്റിവെക്കാം. ഇത് ബിദഅത്താണ് എന്നത് ഞങ്ങൾ തെളിയിച്ചു തരാം. അതിനുശേഷം മതി മറ്റേ രണ്ടാമത്തെ ഭാഗം. എങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ആ വാദം തൽക്കാലം മാറ്റിവെക്കാം. സംവാദം നടക്കലാണ് നമ്മുടെ ഉദ്ദേശം. സംവാദം നടക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികൾ അതിപ്പോ ചർച്ച ചെയ്താൽ തീരൂല, അത് ഒരുപാട് പ്രയാസമുണ്ട്, ഓരോ മൗലിദും ചർച്ച ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു വിഷമം പ്രയാസം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ഭാഗം നമ്മൾ മാറ്റിവെച്ച് അടുത്തതിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൗലിദുകള് മാലകള് അത് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദഅത്താണ് എന്ന വിഷയം മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. സുമ്മനുക്കിസുവല റൂസി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകരുത്. കായപ്പൊടി പറഞ്ഞ കാര്യം പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഞങ്ങൾക്ക് ഒരു പ്രയാസമല്ല. ഞങ്ങളെ പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കിയിട്ട് മൗലവി എങ്ങനെങ്കിലും എതിർ കക്ഷികൾ എന്താക്കണ്ട, മുഖം പൊലിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് മതിയായ രൂപത്തിൽ തന്നെയായിരിക്കണം സംവാദം നടക്കേണ്ടത് എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? സംവാദം നടക്കുന്നത് അതിന് മതിയായ രൂപത്തിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേട്ടെ, ആകെപ്പോ ഒരു സംവാദം നടക്കാൻ 3-4 മണിക്കൂറൊക്കെ ഇപ്പൊ നടക്കുള്ളൂ. ഇവിടെ മൗലിദുകൾ എന്ന് പറയുന്നതും മാലകൾ എന്ന് പറയുന്നതും ധാരാളം മഹാന്മാരുടെ പേരിൽ രചിക്കപ്പെട്ടതുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ ഈ 3-4 മണിക്കൂറിലിട്ടിട്ട് എന്തായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ വരകാൻ പറ്റുമോ നോക്കണം. ഇതിന്റെ ഇടയിൽ അടിസ്ഥാന വിഷയത്തെ തൊടാതെ തടി കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ലാണ്ട് ഞങ്ങൾ പറയുന്നു, എല്ലാ ചർച്ചക്കും ഞങ്ങൾ ഒരുക്കമാണ്. അത് വിശദമായിട്ടും വ്യക്തമായിട്ടുമായിരിക്കണം. ചുരുങ്ങിയ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് എവിടെയും എത്താത്ത തരത്തിൽ ഒരു അവ്യക്തത ഉണ്ടാക്കി പുകമറ ഉണ്ടാക്കുന്ന ചർച്ച അല്ല വേണ്ടത് എന്നാണ് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ സുന്നത്താന്ന് പറഞ്ഞു, അത് എനിക്ക് ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ബിദഅത്താന്ന് എഴുതിയത് ഇപ്പൊ എന്ത് നിയമമാണാവോ? ബിദഅത്താന്ന് പറഞ്ഞപ്പോ എന്ത് നിയമമാണായിരിക്കും? ഞങ്ങൾ സുന്നത്താന്ന് എഴുതിയത്, ഞങ്ങൾക്കൊരു പ്രയാസം അതിനൊന്നുമില്ല. അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ തെളിയിച്ചു തരും. മനസ്സിലായില്ലേ? മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാലമൗലിദുകൾ ചൊല്ലുന്നത് പുണ്യകർമ്മമാണ്. ഇവിടെ അതാണ് ആദ്യത്തെ ചർച്ച. അത് പുണ്യകർമ്മമല്ല എന്നാണെങ്കിൽ പുണ്യകർമ്മമല്ല, അതിങ്ങോട്ട് എഴുതുക. എന്താ നിങ്ങൾ ഇത്ര ആരായിട്ടത് എഴുതാത്തത്? പുണ്യകർമ്മമല്ല, അതിങ്ങോട്ട് എഴുതിക്കോളി. നമുക്ക് ആദ്യത്തെ ചർച്ചാ വിഷയത്തിൽ അത് നമ്മൾ അങ്ങോട്ട് തീരുമാനമാക്കും. അതിന്റെ ശേഷം ഞങ്ങൾ അടുത്ത ചർച്ചക്ക് തയ്യാറും. സമയത്തിന്റെ പരിമിതിക്കനുസരിച്ച് തെരഞ്ഞെടുക്കുന്ന മൗലിദുകൾ നമ്മൾ നിശ്ചയിക്കും. ആ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാം. അതിൽ നിന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി വേർതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കൃത്യവും വ്യക്തവുമായ ഒരു ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സമയം കളയാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി എതിർപക്ഷം തയ്യാറായി എന്നാണ് കഴിഞ്ഞ വോയിസിൽ പറഞ്ഞത്. ഇപ്പൊ മൂപ്പരെന്തൊക്കെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മത്തിത്തല മാതിരി ഇങ്ങനെ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. അതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയ സ്ഥിതിക്ക് നമ്മളെ സംവാദം നടക്കണമെന്ന ഒരു ആത്മാർത്ഥമായ ഒരു നിലപാട് സ്വീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒറ്റക്ക അല്ലെങ്കിൽ കൂട്ടത്തിലെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ അതൊക്കെ ഇവിടെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ആ രൂപത്തിലൊക്കെ ഇതൊക്കെ മൗലിദിന്റെ വിവിധ രൂപങ്ങളാണ്. ഇതൊക്കെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോ അല്ലെങ്കിൽ എഴുതണ്ട. ഏതായാലും ഞങ്ങൾ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ എന്തെങ്കിലും എഴുതിക്കൊന്നല്ല. ഞങ്ങൾ
ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അത് നടക്കില്ല. കൃത്യമായ ചർച്ചക്കാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് അടിസ്ഥാന വിഷയത്തെ സംബന്ധിച്ച് ആദ്യം ചർച്ച നടക്കും. അതിന്റെ ശേഷം നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അതിന് എതിർവശം തയ്യാറാവണം. അതുകൊണ്ട് നേരത്തെ അടിച്ചതിൽ ഇപ്പോ കായക്കോടി മൗലവി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ചർച്ചയിലൂടെ. അതും ശരിയാണ്, അതാണ് ശരിയെന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായ സ്ഥിതിക്ക് ഇവിടെ എതിർപക്ഷം ആ രൂപത്തിലേക്ക് വിഷയം ഒന്ന് മാറ്റി എഴുതണം. അതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് പറ്റിയ ഒരു നല്ല രൂപം. ഞങ്ങൾ എന്തെങ്കിലും പറയാം, നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാം. ഇതുകൊണ്ടൊരു സംവാദത്തിന് ഒരു ഗുണകരമല്ല. അതുകൊണ്ട് കായക്കൊടി മൗലവി ഇപ്പോൾ തിരുത്തി പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യുക, നമ്മുടെ ചർച്ചയിൽ നിന്ന് അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്, സന്തോഷമുണ്ട്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ അങ്ങനെ എഴുതുക. നിങ്ങൾ ഈ തിരുത്തി പറഞ്ഞു എന്ന് പറയുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടി അവിടെ പേസ്റ്റ് ചെയ്തത്. ഞാൻ തിരുത്തിയതല്ല. എന്താ ചെയ്തത്? നിങ്ങൾക്ക് ആ ഭാഗം, അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്ന ഭാഗം ഇപ്പൊ ചർച്ച ചെയ്യാൻ പ്രയാസമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എന്നാൽ അത് മാറ്റിത്തരാം, അത് നമുക്ക് വേറൊരു ഭാഗമായിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ തിരുത്തിയതല്ല, വേറൊരു തിരുത്തും വരുത്തിയിട്ടില്ല. കാരണം ഒരു തിരുത്തും വരുത്തണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇപ്പോഴാണ് മത്തിത്തല തിന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധി വെച്ചത്. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. ഞങ്ങളുടെ വാദത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞത്? രണ്ടാമത്തെ ഭാഗം, അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. മാല മൗലീദുകളെ പറ്റിയുള്ള വാദപ്രതിവാദമാണ്. ആ വാദപ്രതിവാദത്തിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. അപ്പൊ നിങ്ങൾ പറയുന്നു അതിൽ രണ്ടാമത് പറഞ്ഞ ഭാഗം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതില്ല, അത് പിന്നെ ചർച്ച ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം മാറ്റിവെക്കാം എന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് എത്ര നേരമായി ഞങ്ങളുടെ വാദം ഇവിടെ പൂർണ്ണമായി ടൈപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ വാദം, നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തോ, അതൊന്ന് എഴുതി. നിങ്ങൾ ഇവിടെ വെറുതെ മഹാമാര മതിയൽ മാല മൗലികൾ ചെല്ലുന്നത് പുണ്യകർമ്മമാണ് നിങ്ങൾ അടിക്കല്ലാതെ നിങ്ങൾ ആദ്യം പറഞ്ഞ സുന്നത്തൊക്കെ ഇവിടെ ആ സുന്നത്ത് ആണ് എന്ന് നിങ്ങളുടെ ഒറ്റക്കും കൂട്ടായും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു വാദം പറയുമ്പോ അങ്ങനല്ലേ? ഒരു വാദം പറയുമ്പോൾ നിങ്ങൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ് മഹാമാര മദീബത്ത് ചെയ്യാൻ ഗദ്യമായോ പദ്യമായോ പുണ്യമുദ്ദേശിച്ച് ഒറ്റക്കോ സദസ്സായോ മാല മൗലികൾ ചെല്ലൽ സുന്നത്താണ് എന്ന് എഴുതിയത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയില്ല? നിങ്ങളുടെ വാദം പൂർണ്ണമായി എഴുത്. ഞങ്ങളുടെ വാദത്തിൽ ഒരക്ഷരം ഞാൻ തിരുത്തിയിട്ടില്ല. തിരുത്തി എന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. തിരുത്തിയതല്ല, മറിച്ച് നിങ്ങൾ ആ ഭാഗം ചർച്ച ചെയ്യാൻ അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്നാ ബിദഅത്താണ് എന്നത് മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി അത് മാത്രം ചർച്ച കിട്ടതാണ്. വേറെ ഏത് വാദം ഞാൻ മാറ്റിയത്? ഏത് വാദം ഞങ്ങൾ തിരുത്തിയത്? ഒരക്ഷരം തിരുത്തിയിട്ടില്ല. നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മൊഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യമാഗ്രഹിച്ചു ചൊല്ലുന്നത് ബിദഅത്താണ്. ഇത് ആദ്യം എഴുതിയതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പറ്റൂല. അടിസ്ഥാനപരമായി ആ വിഷയം ചർച്ച ചെയ്യണം. ഇതിനല്ല അടിസ്ഥാനം. മൗലിദാണ് അടിസ്ഥാനം, മാലയാണ് അടിസ്ഥാനം. ആ മാലയും അതേപോലെ തന്നെ മൗലിദും അത് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദഅത്താണ്. ഞങ്ങൾ വളരെ കൃത്യമായി എഴുതി. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു അതിൽ ശിർക്കുള്ള വരികളുണ്ട്, അതേപോലെ തന്നെ ഈ കള്ളക്കഥകളുണ്ട്. ഒരുപാട് കള്ളക്കഥകളും അതേപോലെ ശിർക്കിന്റെ വരികളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യേണ്ട, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാൻ. ശരി, അത് വേറെ ചർച്ച ചെയ്യാന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തൽക്കാലം ആ ഭാഗം മാറ്റിത്തരാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ ഒരു തിരുത്തലും ഈ വിഷയത്തിൽ വരുത്തിയിട്ടില്ല, ഈ വാദത്തിൽ വരുത്തിയിട്ടില്ല. നിങ്ങളോ നിങ്ങളുടെ വാദം ഒന്ന് പൂർണ്ണമായി എഴുതാൻ പോലും നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു ഒറ്റക്കോ കൂട്ടായോ ചെല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞു എന്നല്ലാതെ നിങ്ങളുടെ വാദമായി അതിവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാദം ഒന്ന് രേഖപ്പെടുത്തുക. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ആ മര്യാദ നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതുക. ഇതാ അങ്ങനെയല്ല അമീർ, നിങ്ങളുടെ പണ്ഡിതൻ പറഞ്ഞ, നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞ ആ വാദം അത് കൃത്യമായി എഴുതൂ. എന്താ ആ സുന്നത്താണ് എന്ന പദം എഴുതാൻ നിങ്ങൾക്ക് ഇത്ര പേടി? സുന്നത്താണ് പുണ്യകർമ്മമാണ് എന്നല്ല ഇതുവരെ എഴുതി പറഞ്ഞത്. ആ സുന്നത്താണ് എന്ന് എഴുതാൻ എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? അതേപോലെ തന്നെ ഈ ഒറ്റക്കും കൂട്ടായും ഗദ്യപദ്യ സമിശ്രമൊക്കെ എഴുതാൻ എന്താ ഇത്ര പേടി? നിങ്ങൾ ഞാൻ നാട്ടിൽ പ്രചാരത്തിലുള്ള എഴുതിയതിനെ കുറ്റം പറഞ്ഞ ആളുകളാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കത് എഴുതാൻ കഴിയുന്നില്ല? നിങ്ങൾ ആ പറഞ്ഞ വാദം, നിങ്ങളുടെ വാദം ഒന്ന് പൂർണ്ണമായി രേഖപ്പെടുത്തൂ. അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വാദം അതൊന്ന് പൂർണ്ണമായി രേഖപ്പെടുത്തൂ. അങ്ങനെ നിങ്ങൾ ആ വാദം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിഷയം ചർച്ച ചെയ്യാം, അടുത്ത ഭാഗം ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ ആ വാദം, നിങ്ങളുടെ വാദം ഒന്ന് പൂർണ്ണമായി ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞ ഈ മഹാമാര മദ്ഹിയ്യല് അത് ഗദ്യമായോ പദ്യമായോ എന്നൊക്കെ പറഞ്ഞ ആ വാദം നിങ്ങളൊന്ന് എഴുതൂ. ചർച്ച നടക്കട്ടെ, ചർച്ച ആ രൂപത്തിൽ നടക്കട്ടെ. നിങ്ങളിപ്പോ ഞാൻ മാറ്റിയിട്ടില്ല എന്ന് ഇവിടെ ടെസ്റ്റ് അടിക്കുമ്പോൾ അത് മാറ്റി എഴുതിയത് കണ്ടു. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധമല്ല. ഞങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്കിവിടെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഞങ്ങളിവിടെ എന്താണ് എഴുതാത്തത്, ഞങ്ങളാ വാദിച്ചതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ വരികളൊന്നും എഴുതിയിട്ടൊന്നും വലിയ കാര്യമല്ല. കായകൂടി എന്താ പൈലകത്തിൽ വലിയ കാര്യം? ഞങ്ങളത് വ്യക്തമായി പറയുന്നുണ്ട്, ഇവിടെ രേഖയാണല്ലോ, നിങ്ങൾ റെക്കോർഡ് ചെയ്യണില്ലേ? ഇനി വേണമെങ്കിൽ അതൊക്കെ എഴുതാം, അതൊന്നും ഇത്ര വലിയൊരു വിഷയമൊന്നുമല്ല. അമീറ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കോ. പണ്ട് നിങ്ങളെ ഗ്രൂപ്പുകാരെന്നെ തോന്നുന്നുണ്ട്, അതെ ഈ റൂമുകാർ തന്നെ പണ്ട് ഒരിക്കൽ ഒരു സംവാദം നടത്തി ഞങ്ങളായിട്ട്. അന്ന് കായക്കൊടി വന്നില്ലേ, ആരാ വന്നെന്നറിയില്ല. അവര് വന്നിട്ട് ഒരു വാദം എഴുതിയിരുന്നു. വാദം കേട്ടാൽ തന്നെ വലിയ രസമുള്ള വാദമാണ്. അപ്പൊ അങ്ങനെ കുറെ വരികൾ എഴുതിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ രൂപത്തിലല്ല നമ്മൾ അതിന്റെ ഒരു രത്ന ചുരുക്കം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പോരാന്നുണ്ടെങ്കിൽ വിശദമായിട്ട് തന്നെ എഴുതാം. ഞാൻ പറയുന്ന വാക്കുകളും വരികളും ഒക്കെ കൂടി ഇങ്ങനെ എഴുതണ്ടല്ലോ. ഇവിടെ ഞാൻ വിശദമായി പറയുന്ന കായക്കൊടിക്കും കോയക്കോടിന്റെ കൂടെയുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല, വളരെ വ്യക്തമായി പറയാൻ നമുക്ക് കഴിയും എന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ചിലപ്പോൾ പുണ്യകർമ്മ എന്ന് പറയും, സുന്നത്താണെന്ന് പറയും, നല്ല കാര്യമാണെന്ന് പറയും. ഈ സുന്നത്താണെന്ന് പറയണതും പുണ്യകർമ്മമാണെന്ന് പറയുന്നതും അതുപോലെ തന്നെ സൽക്കർമ്മമാണെന്ന് പറയണതും നല്ല കാര്യമാണെന്ന് പറയുന്നതും ഒക്കെ എഴുതണമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ കായക്കോടി ഇങ്ങനൊക്കെ നിങ്ങൾക്ക് ചേർന്നതല്ലല്ലോ, നിങ്ങൾക്ക് വലിയ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലൊന്നും വല്ലാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയാമെന്ന് നിൽക്കരുത്. നമുക്ക് കാര്യങ്ങൾ നടക്കണം. അതിന് വേണ്ടിയാണ് എതിർപക്ഷം ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ വാദിച്ച വാദത്തിന്റെ രത്നരൂപമാണ്, ചുരുക്കിയ രൂപമാണ് അവിടെ അമീറ അടിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഞങ്ങൾക്കത് വിശദമായിട്ട് ഏതാനും വലിയൊരു പണിയൊന്നുമില്ല. വാദം എഴുതുമ്പോൾ അതിനൊക്കെ ഒരു കൃത്യത വേണമല്ലോ എന്ന നിലക്കാണ് ചുരുങ്ങിയ വാക്കുകളിലൂടെ എഴുതിയത്. അത്രയുള്ള അതിന്റെ കാര്യം. പിന്നെ അപ്പോൾ നമുക്ക് ചർച്ച ഇവിടെ നടക്കാൻ പോകുന്നത് അടിസ്ഥാനപരമായ വിഷയത്തെ സംബന്ധിച്ചാണ്. മൗലിദ് ചൊല്ലുക എന്ന കാര്യം ദീനിൽ ഉണ്ടോ ഇല്ലയോ, ഇത് വ്യക്തമായിട്ടാണ് ഞാൻ പറയണത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി നേരെ തിരിച്ച് പറയരുത്, അല്ലെങ്കിൽ സംവാദത്തിന് വന്നിട്ട് വേറെ എന്തെങ്കിലും പറയരുത്. ഞാൻ വ്യക്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് പറയില്ല, നിങ്ങളെ എത്തിയിട്ടാണ് പറയണത്. അതുകൊണ്ട് അത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇവിടെ അടിസ്ഥാനപരമായ നിലപാട്, അടുത്ത സംവാദം നടക്കേണ്ടത് മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട്, പുണ്യമുദ്ദേശിച്ചുകൊണ്ട് അവരുടെ മദ്ഹുകളും മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും ചരിത്രങ്ങളും ഗദ്യവദ്യ രൂപത്തിൽ സ്വന്തമായോ സദസ്സിലായോ പാടുകയും പറയുകയും ചെയ്യുന്നത് അഥവാ മൗലിദ് എന്ന ഏർപ്പാട് പുണ്യകർമ്മമാണ്, സുന്നത്താണ്, സൽക്കർമ്മമാണ്, ഒരു വിരോധമല്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അതിലാണ് ഇനി ആദ്യത്തെ ചർച്ച. പിന്നെ അതിന്റെ ശേഷം നമ്മൾ വിശദമായ ചർച്ചയിലേക്ക് നീങ്ങും. അതാണ് നല്ലത് എന്ന് കായക്കൊടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അങ്ങനെ തന്നെയല്ലോ അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മൂപ്പർ ഇസ്തിഹാസന്റെ ഉദാഹരണം പറഞ്ഞപ്പോ ഞാൻ അതൊന്ന് വിശദമാക്കി കൊടുത്തപ്പോൾ മൂപ്പർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ മഹാന്മാരോട് ഇസ്തിഹാസം നടത്തുക എന്ന് പറയണത് അത് എല്ലാതും ഒന്ന് തന്നെയാണ്. ഇസ്തിഹാസ എന്ന് പറഞ്ഞ വിഷയം ഒന്ന് തന്നെയാണ്. അതെന്താണെങ്കിലും ശരി. എന്നാൽ അതേ സ്ഥാനത്ത് മഹത്തുക്കളുടെ മദ്ഹുകൾ പറയുക എന്ന് പറയുന്ന മാലമൗലിദുകൾ എന്ന് പറയുന്നത് അത് വ്യത്യസ്തങ്ങളാണ്. ആളുകളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ചും അവരെ മഹത്വങ്ങൾക്കനുസരിച്ചും ഇപ്പൊ കായക്കോടിന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ അതാവില്ലല്ലോ അനസ് മൗലവിന്റെ മഹത്വം, അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് അതൊക്കെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് അങ്ങനെയുള്ള വിശദമായ പല തലങ്ങളിൽ പല സമയങ്ങളിലായിട്ടുള്ള ചർച്ചയാണ് ഉണ്ടാവേണ്ടത് എന്നത് കായക്കൊടിക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ നിലക്ക് തന്നെ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് അടിസ്ഥാന വിഷയത്തിൽ നമ്മുടെ ചർച്ച നടത്താൻ വേണ്ടി കായക്കൊടിയും നമ്മളും സമ്മതിച്ച സ്ഥിതിക്ക് ആ നിലക്ക് കാര്യങ്ങൾ തീരുമാനമാക്കുക. ഇനി നമുക്ക് പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ നീങ്ങുന്നത് വളരെ നമുക്ക് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായതോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായതോ? ഞാൻ എന്താ മാറ്റിയത് സഹോദര? ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ ആ പറഞ്ഞിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ 8 റൗണ്ടോ 9 റൗണ്ടോ വേണ്ടി വന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഏത് വാദമാണ് ഞാൻ മാറ്റിയത്? എന്താ ഞങ്ങൾ തിരുത്തിയത്? ഒന്നും തിരുത്തിയിട്ടില്ല. നിങ്ങൾ പ്രയാസം പറഞ്ഞു. അതല്ല നിങ്ങൾ ആദ്യം പറഞ്ഞു അടിസ്ഥാന വിഷയത്തിലേക്ക് വന്നില്ല എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇത് തന്നെയാണ് അടിസ്ഥാന വിഷയം, എല്ലാ മൗലിദും എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഇസ്തിഹാസന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിന്നാ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കല്ലേ മനസ്സിലായത്? അതുകൊണ്ടല്ലേ നിങ്ങൾ സമ്മതിച്ചത്?
ഇസ്തിഹാസ നിങ്ങൾ പറഞ്ഞു ഇസ്തിഹാസ ഒന്ന് തന്നെയാണ്, മൗലിദ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു മൗലിദ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണെന്നത് ഏതാ? മൗലിദ് എന്ന് പറഞ്ഞാൽ ഏർപ്പാടിൽ ഒരു വ്യത്യാസമില്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ മൗലിദുകൾ എന്നൊക്കെ എഴുതി വെച്ച കുറെ ഉദാഹരണം എഴുതിയത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് മൗലിദ് കൊണ്ടുവന്നാലെന്ന് പറയാൻ കാരണം എന്താ? ഈ മൗലിദൊക്കെ സ്വഭാവത്തിൽ ഒന്ന് തന്നെയാണ്. കഥ പാടും, കഥ ചിലപ്പോ ഒരാള് മഴ പെയ്യാൻ വേണ്ടി മൂത്രയിച്ചതാവും, തുണിപൊക്കി മൂത്രയിച്ചതാവും. ഇയാളെ മൗലിദ് പറയുമ്പോ, കോയപ്പാപ്പാന്റെ മൗലിദ് പറയുമ്പോ പറയുന്ന കഥ അതാവും. വേറെ മറ്റേയാളെ ബീരാൻ ഔലിയപ്പാപ്പാന്റെ പറയുമ്പോ ലാ കണ്ണ ഇല്ലല്ലാ, ലാ തലവല വാല ഇല്ലല്ലാ, ലാ ചൊറി ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ, ഇതാവും മൂപ്പര മൗലിദ് പറയുമ്പോ പറയുന്ന കഥ. ആ കഥ വ്യത്യാസമാവുന്നല്ലാതെ ഇതൊക്കെ നിങ്ങൾ ഈ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്നത് ഏതായാലും അത് ബിദ്അത്താണ്. അതെന്നെ ഞങ്ങളെ വാദം. ഒരു മാറ്റം വരുത്തിയിട്ടില്ല, ഒരക്ഷരം മാറ്റം വരുത്തിയിട്ടില്ല, ഒരക്ഷരവും മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എന്താ അനാവശ്യം പറഞ്ഞത്? നിങ്ങളുടെ വലിയ കറാമത്താണത്, നിങ്ങളുടെ കറാമത്താണ്. തുണി മഴക്ക് വേണ്ടി ചെന്നപ്പോ അത് തുണി പൊക്കി കാണിച്ചു കൊടുത്ത് മൂത്രം ഒഴിച്ചു എന്നത് വീരാൻ ഔലിയപ്പാപ്പാന്റെ വലിയ കറാമത്താണ്. അത് മൗലിദിലുള്ള കറാമത്താണ്. അദ്ദേഹത്തിന്റെ മൗലിദായിട്ട് അദ്ദേഹത്തിന്റെ കറാമത്തായിട്ട് ചെല്ലുന്നതാണ്. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇതെങ്ങനെങ്കിലും പ്രകോപനം ഉണ്ടാകണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഇത് ഒരു പ്രകോപനം ഞാൻ ഉണ്ടാക്കൂല. കാരണം ഞാൻ വളരെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ വാദം ഒരക്ഷരം ഞാൻ മാറ്റാതെ, നിങ്ങൾക്ക് ഇതുവരെ വാദം പോലും 8 റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് വെയിറ്റ് ടൈപ്പൊന്നു എന്ന് പറയല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ. അതൊന്ന് എഴുതി നിങ്ങളുടെ വാദം. ആദ്യം പറഞ്ഞൊന്നുമല്ല ഇപ്പൊ പറഞ്ഞു, അവസാനം എഴുതി അമീറ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇതൊന്നുമല്ല, ആദ്യം പറഞ്ഞൊന്നുമല്ല. നിങ്ങളൊരു വാദം എഴുതി ആദ്യം പറഞ്ഞ് ഈ ഒറ്റക്കോ കൂട്ടായോ എന്നുള്ളതില്ല. ഇപ്പൊ കുറെ അഥവാ ചരിത്രങ്ങൾ ഗദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ വേറെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളൊരു വാദം എഴുതാദ്യം. ആ വാദം ഒന്ന് എനിക്ക് മധ്യസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം ഇതൊന്ന് നിർത്തിക്കുക. അവരാ വാദം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എടുത്ത് അവരുടെ വാദം, ഞങ്ങളുടെ വാദം ഞങ്ങൾ ടൈപ്പ് ചെയ്തു. അവരുടെ വാദം എന്താന്ന് അവരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞ അവരുടെ വാദം അതാ. പിന്നെ ഇത് തന്നെയാണ്. ആ ഒരു വരി ചുവപ്പ് കളർ മാറ്റിക്കൊണ്ട് കാര്യമില്ല കുട്ടി. മഹാന്മാർ ഇത് നേരത്തെ ടൈപ്പ് ചെയ്തല്ലേ. നിങ്ങളുടെ പൂർണ്ണമായ ഇവിടെ പുണ്യകർണമാണ്, സുന്നത്താണ്. നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളതൊക്കെ പോയോ? അതൊന്നും വേണ്ടേ? അത് ഒരു 2 വരി അധികമായിട്ടൊന്നും ഒരു പ്രശ്നവും വരാൻ പോണില്ല. നിങ്ങൾ എഴുതിക്കോ. അതിന് വേറെ പൈസ കൊടുക്കൊന്നും വേണ്ടല്ലോ ബൈലുക്സിന്. നിങ്ങൾ എഴുതി. നിങ്ങൾ ആ പറഞ്ഞ വാദം ആ മഹാന്മാരെ മദ്ഹ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ലേ, അതങ്ങനെ തന്നെ ഗദ്യമായോ പദ്യമായോ സദസ്സായോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാദം ഒന്ന് എഴുതി. അത് എഴുതിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതാ പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് 2 വിഭാഗത്തിലെയും RCKP-യോടും അതേപോലെ അബൂ തമീമിനോടും പറയാനുള്ള അതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ആ വാദം അതൊന്ന് പൂർണ്ണമായി എഴുതാൻ ആവശ്യപ്പെടുക. എന്നിട്ട് ആ വാദം പൂർണ്ണമായി എഴുതിയതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് കടക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലാസ്റ്റില് നസൂഹിനെ വയ്ക്കുക. നസൂഹ് പറഞ്ഞപ്പോ കുറെ ഒരു വാദം പറഞ്ഞിരുന്നില്ലേ? നസൂഹ് ലാസ്റ്റില് കുറെ ഇതാണ് ഞങ്ങളുടെ വാദം എന്ന് പറഞ്ഞില്ലേ? അത് എഴുതിക്കൂടെ? അത് RCKP അതൊന്ന് ശ്രമിക്കുക. അതായത് നമ്മൾ വാദം ഒന്ന് എഴുതുക. നമ്മൾ ഇത് 2 കൂട്ടരുടെയും വാദം ഒന്ന് എഴുതുക. എന്നിട്ട് പിന്നെ ഒന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം അതൊന്ന് ടൈപ്പ് ചെയ്യാം ഫ്രെയിമിൽ. എന്നിട്ട് മുന്നോട്ട് പോവാം. അതല്ല നല്ലത്? വാദം വാദം അത് മതിയോ? ഓക്കെ. RCKP മൈക്കിലെടുത്തോ, മൈക്ക് വന്നോളൂ. ശേഷം ഇൻഷാ അല്ലാഹ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് മതിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹനീഫ കായക്കോടി സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതിൽ സുന്നത്ത് എന്ന് ഭാഗം ചേർത്തിട്ടില്ല എന്നാണ്. അപ്പൊ സുന്നത്ത് ചേർത്തു, പിന്നെ അജ്നബ് അത് ഓക്കെയാണെന്ന് പറയുക. അജ്നബ് എന്ന ഐഡിയിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹനീഫ കായക്കോടി സാഹിബ് അത് ഓക്കെയാണെന്ന് പറയുകയും ചെയ്തു. കാരണം നമ്മൾ റെക്കോർഡ് പരിശോധിച്ചു നോക്കിയാൽ ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ സുന്നത്താന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അത് എഴുതുന്നില്ല എന്നാണ് മൂപ്പർക്ക് പരാതി ഉണ്ടായിരുന്നത്. അത് എഴുതിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടുണ്ട് ഇപ്പൊ വാദം എന്നാണ് തോന്നുന്നത്. അദ്ദേഹം അടിക്കുകയും ചെയ്തു. ഇപ്പൊ ഓക്കെ ആയി എന്ന് എല്ലാം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹനീഫ കായക്കോടി തന്നെ പറയട്ടെ. ഹലോ. ഇവിടെ ഒരു കാര്യം ഞാൻ ഹനീഫ് കായക്കോടിയോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹനീഫ് കായക്കോടി, നിങ്ങളിപ്പോ ഇസ്തിഹാസ ഉദാഹരണം പറഞ്ഞല്ലോ. ആ ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾ ഉദാഹരണം പറഞ്ഞത് എന്തിനാ?
ഉദാഹരണം പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് തിരിഞ്ഞിക്കണോ? നിങ്ങളിപ്പോ പറഞ്ഞ എന്താ? ഇങ്ങനൊക്കെ പൊതുവായിട്ട് ജനങ്ങൾ കേൾക്കുന്ന ആൾക്ക് പറയാൻ പാടുണ്ട് എന്റെ കായപ്പൊടി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ? മൗലിദ് എന്ന ഏർപ്പാടൊക്കെ ഒന്ന് തന്നെയാണ് ഇസ്തിഹാസ പോലെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചിട്ടുണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, റിഫായി ഷെയ്ഖെ കാക്കണേ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത പദങ്ങൾ ഇതൊക്കെ ഇസ്തിഹാസ എന്ന അടിസ്ഥാന വിഷയത്തിൽ ഒന്നാണ്. മനസ്സിലായില്ലേ? അത് ഔലിയാക്കന്മാരുടെ മക്ബറുകൾ ധാരാളം ഔലിയാക്കന്മാരുണ്ടായതുകൊണ്ട് ഇസ്തിഹാസ വ്യത്യാസപ്പെടൂല. അതുപോലെയല്ല മൗലിദുകൾ എന്ന അടിസ്ഥാന ഏർപ്പാട് ഒന്നാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ ഏറ്റു പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉദാഹരണങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലാന്ന്. അപ്പൊ അതൊക്കെ കണ്ട് വിട്ടോളിയും. പിന്നെ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പ്രയാസം. നിങ്ങൾ വലിയ വലിയ ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയാതിരിക്കാന്ന് മാത്രം. അതുകൊണ്ട് മൗലിദുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. മൗലിദുകൾ അത് നിങ്ങൾ കുറെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അതാണ് എടുത്തു പറയേണ്ടി വന്നത്. മൗലിദുകൾ പലതും ഉണ്ടായിരിക്കും. അത് പല ആളുകളുടെ മഹത്വങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള പരാമർശങ്ങളും അതിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും അതൊക്കെ വ്യത്യസ്തങ്ങളാണ്. അതിന് വിശദമായ ചർച്ച ആവശ്യമാണ്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാ ചെറിയ കുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ട്? വ്യക്തവും കൃത്യവുമായി ചർച്ച നടക്കണമെന്ന ഉദ്ദേശം കൊണ്ട്. എന്നല്ലാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അത് ചിന്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒക്കെ കൂടി കൂട്ടിക്കലക്കിയും കൊണ്ട് ഒരു സകല കുലാവി ചർച്ച നടത്തിയിട്ട് എങ്ങനെങ്കിലും ഒരു സംവാദം നടത്തിയെന്നാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അങ്ങനൊക്കെ ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞപ്പോ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. നിങ്ങളും അതിന് തയ്യാറായ സ്ഥിതിക്ക് ഇനി ഇതെന്താക്കരുത്, വീണ്ടും പഴയ ആ തുടക്കത്തിലേക്ക് 8 റൗണ്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ ആ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലുള്ള ആ ഒരു ഇതിലേക്ക് പോകരുത്. അതുകൊണ്ട് വ്യക്തമായി ഞങ്ങൾ ഇവിടെ എഴുതി തന്നു. ഇനി നിങ്ങൾക്കത് മതി എന്ന് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ആ രൂപത്തിൽ ചർച്ച നടക്കാൻ വേണ്ടിയാണ് ഇനി നിങ്ങൾ സംസാരിക്കേണ്ടത്. മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മൗലിദുകൾ ഗദ്യപദ്യ രൂപത്തിൽ ചൊല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ എഴുതണ്ടേ? ഞാൻ പുണ്യമാണെങ്കിൽ എഴുതിക്കോളിങ്, ഞങ്ങൾക്കൊരു വിരോധമല്ല. അതായത് സൽക്കർമ്മമാണ്, തെറ്റല്ല, ബിദ്അത്തല്ല, അനാചാരമല്ല എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? എന്താ അപ്പൊ അതിന്റെ ഒക്കെ ആവശ്യം? ഞങ്ങൾക്കതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. നമ്മളൊരു മാന്യമായ സംവാദം നടത്താനാണല്ലോ ഇത് പറയണത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് എഴുതി നിങ്ങൾക്കും അത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിസ്ഥാന വിഷയത്തിൽ ഇനി നമുക്ക് ചർച്ച നടക്കണം. അതിനാവശ്യമായ രൂപത്തിലാണ് ഇനി നിങ്ങൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ സംസാരിക്കേണ്ടത്. എങ്ങനെയൊക്കെ വിശദ രൂപങ്ങളിലേക്ക് കടക്കുക എന്ന് എങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ. അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളെ കായക്കോടിയാണെങ്കിലും എല്ലാം എതിർവശത്തുള്ള ആളുകളാണെങ്കിലും ഇവിടെ ചെയ്യേണ്ടത് മഹാന്മാരെ മദ്ഹ് ചെയ്യുക എന്ന അടിസ്ഥാന വിഷയം സൽക്കർമ്മമാണ് എന്ന ഞങ്ങളുടെ വാദം അത് തെറ്റാണെന്നെങ്കിൽ അത് നിങ്ങൾ ഇതുവരെ അത് എഴുതിയിട്ടില്ല. അതും കൂടി നിങ്ങളൊന്നും എഴുതണം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പൊ ഞങ്ങൾ വാദിച്ച വാദം. ഈ വാദത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മൗലിദുകൾ ഗദ്യപദ്യ രൂപത്തിൽ ചൊല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. ഇതാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇതിന് എതിരാണോ നിങ്ങളുടെ വാദം? എന്നാ അവിടെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങളാണ്ട് എഴുതിയാൽ മതി ബിദ്അത്താണ്, അല്ല ബിദ്അത്താണ്, അല്ലെങ്കിൽ അനാചാരമാണ്. അല്ലെ ഞങ്ങൾ സുന്നത്താന്ന് എഴുതണം. നിങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടു. ഞങ്ങൾ സുന്നത്താന്ന് എഴുതി. അതുകൊണ്ട് എതിർപക്ഷം ചെയ്യേണ്ടത് കറാഹത്താണെങ്കിൽ കറാഹത്ത് എന്ന് എഴുതുക, അതല്ല അത് ഹറാമാണെങ്കിൽ ഹറാമ് എന്ന് എഴുതുക. എന്താണ് എതിർപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളത് അവരുടെ വാദത്തിലും വ്യക്തമാവണമല്ലോ. അതിപ്പോ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ന്യായമായ അവകാശം ഉണ്ടല്ലോ. അതുകൊണ്ട് ബിദ്അത്താണ്, ഞങ്ങൾ സൽക്കർമ്മമാണ് അല്ലെങ്കിൽ പുണ്യകർമ്മമാണ് എന്ന് എഴുതിയപ്പോൾ അതുപോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ പേരിൽ തെറ്റുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സുന്നത്താന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞത് അപ്പൊ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നല്ല. അതുകൊണ്ട് കറാഹത്താണെങ്കിൽ അങ്ങനെ, ഹറാമാണെങ്കിൽ അങ്ങനെ അത് എഴുതുക. അപ്പോ ഇതിപ്പോ ആര് മാറി അല്ലെങ്കിൽ ആര് മാറിയില്ല എന്നുള്ളത് ഇതൊക്കെ കേട്ട ആളുകൾക്കറിയാം. ഞങ്ങൾ ആദ്യം പറഞ്ഞ ആ വാദത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഒരു വരി ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തെടുത്ത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വരി ഇതുവരെ എഴുതിയെടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ മാറ്റിയതെന്താ? നിങ്ങൾ അതിന്റെ രണ്ടാമത്തെ ഭാഗം ചർച്ച ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എന്നാ പിന്നെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഭാഗം ഒഴിവാക്കിയെന്നാണ്. നേരെ മറിച്ച് ഇസ്തിഗാസ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരു ചെറിയൊരു 4-5 മത്തിത്തലേന്റെ കുറവും കൂടിയുള്ളൂ, ബാക്കിയൊക്കെ ക്ലിയറായി. എന്താ വെച്ചാൽ ഇസ്തിഗാസ എന്താണ്? എല്ലാം ഒരുപോലെയാണ്. ഞാനും പറഞ്ഞത് ഇസ്തിഗാസ ഒരുപോലെയാണ്, മൗലിദ് ഒരുപോലെ തന്നെയാണ്.
അടിസ്ഥാനപരമായി മൗലിദ് എന്ന വിഷയം ഒരുപോലെ തന്നെയാണ്. ആള് മാറുന്നതിനനുസരിച്ച് അവരെ പറ്റി പറയുന്ന കള്ളക്കഥകളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ വ്യത്യാസമാവും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടുത്തിയാലും, അത് ഉള്ള കഥ പറഞ്ഞാലും ഇല്ലാത്ത കഥ പറഞ്ഞാലും എങ്ങനെ വ്യത്യാസപ്പെടുത്തിയാലും അടിസ്ഥാനപരമായി അതിനാണ് മൗലിദ് എന്ന് പറയുന്നത്. ആ വാദം നിങ്ങൾ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ രണ്ടാമത്തത്, ആദ്യം ഞാൻ എഴുതിയ വാദമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ ഇവിടെ സലഫി മാനേജർ ടൈപ്പ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതിലെ രണ്ടാമത്തെ ഭാഗമാണ് അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. നിങ്ങൾ പറഞ്ഞു അത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റൂല, അത് മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാണ് സലഫി മാനേജ് പച്ച കളറിൽ ടൈപ്പ് ചെയ്ത വാദം ഞാൻ മാറ്റി തന്നത്. അത് വാദത്തിൽ മാറ്റിയതല്ല, വാദം ആദ്യം പറഞ്ഞിടത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം അത് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളത് അംഗീകരിച്ചു. ഇനി ഇത് സുന്നത്താണ് നിങ്ങൾ പറഞ്ഞു, ബിദഅത്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. സുന്നത്താണ് നിങ്ങൾ പറഞ്ഞു, ബിദഅത്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കറാഹത്താണോ ഹറാമാണോ? എവിടെയാ ഞങ്ങളൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ അത് ബിദഅത്താണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ബിദഅത്താണ് എന്ന് ആദ്യം എഴുതി, അതിന് പകരം നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞു. ആ സുന്നത്താണെന്ന് എഴുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കറാഹത്തോ ഹറാമാന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. ഞങ്ങൾ വളരെ കൃത്യമായി ആദ്യമായി എഴുതി ബിദഅത്ത്. നിങ്ങളത് പുണ്യകർമ്മാണ് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞത് സുന്നത്താണെന്നാണ്, ആ സുന്നത്താണെന്നുള്ളതും കൂടി എഴുതണം. അത് തീർന്നു. അപ്പൊ നിങ്ങളുടെ വാദം അത് സുന്നത്താണെന്നാണ്, ഞങ്ങളുടെ വാദം ബിദഅത്താണെന്നാണ്. അതോടുകൂടി ആ വാദം അവിടെ അവസാനിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം എന്നാണ് തോന്നുന്നത്. രണ്ട് വിഭാഗത്തിന്റെയും വാദം ക്ലിയർ ആണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ആകെ നിങ്ങൾ ഞങ്ങളെ വാദത്തെപ്പറ്റി പറഞ്ഞ ഒരു പ്രയാസം, ഇത് എല്ലാ മൗലിദും എന്ന് വരുന്നില്ല, മൗലിദ് എന്നുള്ള സമ്പ്രദായത്തെക്കുറിച്ച് വരുന്നില്ല, അടിസ്ഥാനം വരുന്നില്ല. അത് ഇസ്തിഹാസയായിട്ട് ഉദാഹരണം വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളത് അംഗീകരിച്ചു. എല്ലാ മൗലിദും ഇതിൽ വന്നു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്നുള്ളത്. അത് ഓരോന്നും എടുത്ത് ചർച്ച ചെയ്യാൻ തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് അത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ഇത് അത് മാറ്റി വെക്കാം, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഈ വാദം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ വാദവും നിങ്ങൾ എഴുതി, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ആ വാദം തീർച്ചയായും ഈ രണ്ട് വാദവും പരസ്പരം എതിരായ വാദങ്ങളാണ്, വാദപ്രതിവാദങ്ങൾ നടക്കേണ്ട വാദമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് വാദപ്രതിവാദം നടത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വീണ്ടും ചർച്ച ദീർഘിപ്പിക്കേണ്ടതില്ല. ചർച്ച തുടങ്ങിയത് നിങ്ങളാണ്. സ്വാഭാവികമായും ഇനി നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തരേണ്ടി വരും. ഈ വാദം അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയ സ്ഥിതിക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കല്ല, മധ്യസ്ഥന്മാരെ ഒന്ന് ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക, അവരുടെ മധ്യസ്ഥനോടൊന്ന് ചോദിച്ചു നോക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദം കൃത്യമാണ്. അവരുടെ വാദം ഞങ്ങൾ ആ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാലമൗലിദികൾ ഗദ്യപദ്യ രൂപത്തിൽ ചെല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന അവരുടെ വാദം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ബിദഅത്താണ് എന്ന ഞങ്ങളുടെ വാദം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിക്ക് കായക്കൊടി അങ്ങനെ അങ്ങോട്ട് തടി കിട്ടുമൊന്നുമില്ല. എവിടെയാണ് നിങ്ങൾ എന്നാ ചോദിച്ചത് അല്ലേ? ഞാൻ സുന്നത്താണെന്ന് പറഞ്ഞു, അത് എഴുതണമെന്ന് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എഴുതി തന്നു. അപ്പോഴാ ഞാൻ ചോദിച്ചത് നിങ്ങളെ നിലപാട് പറയണോന്ന്. അപ്പൊ മുമ്പ് അതൊക്കെ ഉറപ്പിച്ചില്ലേ, നമുക്ക് കണ്ട് തീരുമാനമാക്കാൻ. അതൊന്നും നടക്കൂല, ഇവിടെ ആർക്കും തിരിയാനില്ലാന്ന് തോന്നണ്ട. എന്റെ കായക്കൊടി സമസ്തക്കാരോടാ കളി. അതുകൊണ്ട് ഒരു കാര്യം, സുന്നത്താണെന്ന് ഞങ്ങളിവിടെ എഴുതി തന്നു. എതിർപക്ഷം കൃത്യമായിട്ട് ഇവിടെ എഴുതണം, കറാഹത്താണോ ഹറാമാണോ എഴുതണോ. അത് സംവാദം നടക്കുമ്പോ അങ്ങനെ ഞങ്ങളിവിടെ നിങ്ങൾ പറയണമൊക്കെ എഴുതി തരണം. ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി തന്നില്ലേ. ഇനി എന്താ നിങ്ങൾക്ക് ഇത്തിരി മടി? പിന്നെ മൂപ്പരിപ്പഞ്ഞപ്പോ തീരുമാനമായില്ലേ, നമ്മൾ വേഗം മറ്റു വിഷയങ്ങളിൽ കിടക്കുന്ന മധ്യസ്ഥന്മാരെ ഇടപെടട്ടെ. ഇതൊന്നും ആർക്കും തിരിയണില്ല എന്ന് തോന്നണ്ട എന്റെ കായക്കൊടി. അതൊന്നും ഇവിടെ വേവൂല. ആ പരിപ്പൊക്കെ മറ്റോടത്ത് കൊണ്ടുകൊടുത്ത് മതി. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സുന്നത്താണെന്ന് പറഞ്ഞു, സുന്നത്താണെന്ന് പറഞ്ഞത് എഴുതണമെന്ന് പറഞ്ഞു, എഴുതി അങ്ങോട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കായക്കോടി കൃത്യമായിട്ട് എഴുതണം. ഞങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന അടിസ്ഥാന വിഷയം മൗലിദ് ഓതുക, അല്ലെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന വിഷയം സുന്നത്താണെങ്കിൽ സുന്നത്ത് എന്ന് പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കറാഹത്താണെങ്കിൽ കറാഹത്ത് നിങ്ങൾ പറയണം, ഹറാമാണെങ്കിൽ ഹറാമാ നിങ്ങൾ പറയണം. ബിദ്അത്താന്ന് പറഞ്ഞിട്ട് തടി കിട്ടും നോക്കണ്ട. എന്താ നിങ്ങൾക്ക് പറയാത്ര മടി? നിങ്ങളെ കൂട്ടത്തിൽ എന്തായാലും ഹറാമ് കുല്ലു ബിദ്അത്തും വലാലോ അതുകൊണ്ട് ഇങ്ങനെ എവിടെയും തൊടാണ്ട് ഇങ്ങനെ വരുമല്ലോ, അതുകൊണ്ട് വന്നോട്ടെ, അതുകൊണ്ട് എഴുതിക്കോളി. അതൊന്ന്. രണ്ടാമത്തത് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും ആ ടെസ്റ്റ് ഇങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന് നിങ്ങൾ പ്രത്യേകം എഴുതുന്നത് കണ്ടു. അതായത് നമ്മുടെ നാട്ടിൽ മാത്രം മൗലിദ് അടിസ്ഥാന വിഷയമാണെങ്കിൽ എവിടെ ഏത് നാട്ടിൽ നടന്നാലും അങ്ങനെ തന്നെ അല്ലേ ഉള്ളത്?
എന്താ നിങ്ങൾ ആ വാദം എഴുതുമ്പോൾ അതിലെ ഓരോ വാക്കുകളും ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. അതുകൊണ്ട് ലോകത്ത് ഏത് നാട്ടിൽ നടക്കുന്ന മൗലിദാണെങ്കിൽ എന്താ, പ്രചാരത്തിലുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, എന്നാലെന്താ മൗലിദ് എന്ന അടിസ്ഥാന വിഷയ ചർച്ച എന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ വരണം. ആ നിലക്ക് കൊണ്ട് എഴുതണം. നിങ്ങളെ വാദം ആകെ അടിമൂടി പൊളിവാണ്. നിങ്ങളെ വാദം നിങ്ങൾ എഴുതിയിട്ടുള്ളത് അടിസ്ഥാനപരമായി നമ്മളിവിടെ ചർച്ചയ്ക്ക് തീരുമാനിച്ച വിഷയവുമായിട്ട് ഒരുപാട് ദൂരെയാണ്. അടിമൊടി നിങ്ങളത് പൊളിച്ചെഴുതണം. കുറച്ച് അടിഭാഗങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ആ മേൽഭാഗം കൂടി ഞങ്ങൾക്കൊന്ന് നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടും കൂടുതൽ ഇങ്ങനെ എന്തൊക്കെയോ നാടൻ കഥകൾ പറഞ്ഞുകൊണ്ടും നീട്ടിക്കൊണ്ടു പോകേണ്ട. രണ്ട് കാര്യം കൃത്യമായിട്ട് ഞാൻ കായക്കോട്ട് പറയുന്നു. ഒന്ന്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന് എഴുതിയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ അത് ചർച്ച ചെയ്യണ്ട. ഞാൻ അതിന്റെ പേരിൽ കായക്കൊടിക്ക് ഒരു വിഷമം ഉണ്ടായും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമില്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള രണ്ട് വാക്കുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞത് എന്തിന് വാദാണിത്, അത് കൃത്യമായിരിക്കണം. കൃത്യമാണെന്ന നിലപാട് എതിർവശത്തിനുണ്ടെങ്കിൽ ഏത് നാട്ടിൽ പ്രചാരത്തിലുള്ളതാണെങ്കിൽ എന്താ, അടിസ്ഥാന വിഷയമാണെങ്കിൽ എല്ലാം പെട്ടിയിലേൽ. അങ്ങനെയാണെങ്കിൽ പ്രചാരത്തിലുള്ളത് എന്താ, പ്രചാരത്തിലുള്ള അല്ലെങ്കിലോ അടിസ്ഥാന വിഷയം ആണെങ്കിൽ അതിൽ പെടൂലേ? അപ്പൊ നിങ്ങളുടെ ആ രണ്ട് വാക്കുകളും അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വാദവുമായി കുറെ ദൂരെയാണ്. അതുകൊണ്ട് അത് മാറ്റണം. അവിടെ നിങ്ങൾക്ക് യോജിച്ച വാക്ക് ചേർക്കണം, അല്ലെങ്കിൽ വിഷയത്തെ തൊടുന്ന തരത്തിലുള്ള വാക്ക് ചേർക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാദം നിങ്ങൾ എഴുതണം. ഒന്ന്. രണ്ടാമത്തേത്, സുന്നത്താണെന്ന് ഞങ്ങൾ എഴുതി, ഞങ്ങൾ പറഞ്ഞു, കൃത്യമായി ഞങ്ങൾ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാദം ബിദ്അത്ത് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, ഞങ്ങൾ സുന്നത്ത് എന്നും പറയണം, എഴുതണം. നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളത് ആദ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുണ്യകർമ്മമാണെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആ കാര്യം വ്യക്തമാണ്. കായക്കൊടിക്ക് വ്യക്തമാവാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം പിന്നെ സുന്നത്താണെന്ന് എഴുതണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് എഴുതി. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷയമൊന്നുമില്ല. അതുകൊണ്ട് എതിർപക്ഷത്തോട് ന്യായമായും പറയാൻ ഞങ്ങൾക്ക് വകയുണ്ട്. ഞങ്ങൾ പറയുന്നു, അത് കറാഹത്താണെങ്കിൽ അത് പറയണം, ഹറാമാണെങ്കിൽ അത് എഴുതണം, കൃത്യമായി എഴുതണം. നിങ്ങൾ എവിടെയാണ്, അത് എവിടെയാണ് അവിടുന്ന് സമുദായത്തിൽ ഞങ്ങളാണ് കാണിച്ചു തരും. അതുകൊണ്ട് ഇതിവിടെ വാദത്തിൽ കൃത്യമായി ആ രണ്ട് ഭാഗം, ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഷയം പ്രത്യേകം എടുത്തെഴുതണം. കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടും സമയം നീട്ടിക്കൊണ്ടു പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ആളുകൾക്ക് പോക്ക് എങ്ങോട്ടാന്ന് വളരെ കൃത്യമായി മനസ്സിലായി. കാരണം നേരത്തെ കുറച്ചു മുമ്പ് നമ്മൾ ആ രണ്ടാമത്തെ ഭാഗം മാറ്റി, ഇവരുടെ അപേക്ഷ പ്രകാരം രണ്ടാമത്തെ ഭാഗം മാറ്റി നമ്മൾ ആ വിഷയം പറഞ്ഞപ്പോ അത് മതി, റെഡിയാണ്, അത് ശരിയാണ്, അത് മാറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച ആൾക്ക് ഇപ്പൊ എന്താ പറഞ്ഞത്, അടിമുടിപ്പൊളിയാണ് അല്ലെ? നിങ്ങൾ ആദ്യം നേരത്തെ എന്താ പറഞ്ഞത്, ഇപ്പോഴാണ് ശരിയായത്, ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ മാറ്റി ശരിയായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ പറയുന്നു അടിമുടിപ്പൊളിയാണ് എന്ന്. നിങ്ങൾ എവിടെയാ ഉള്ളത് എന്ന് വീണ്ടും ഞങ്ങളോട് ചോദിക്കാം. എവിടെയാ നിങ്ങൾ ഉള്ളത്? നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞതല്ല, ആദ്യം വാദം എഴുതിയത് ഞാനാണ്. വാദം ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, ബിദ്അത്താണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു സുന്നത്താണ്. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഏതാ, അനാചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ലാത്തത് ബിദ്അത്ത്, പുതിയ അനാചാരം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു സുന്നത്താണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ബിദ്അത്തായി, സുന്നത്തായി. ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞതല്ല. നിങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞപ്പോൾ ബിദ്അത്ത് എന്ന് എഴുതിയതല്ല. ഞങ്ങൾ ബിദ്അത്ത് ഹറാമാണോ കറാഹത്താണോ എന്നുള്ള ചോദ്യത്തിനെ പ്രസക്തിയില്ല. കാരണം ഞങ്ങൾ ഇവിടെ ബിദ്അത്താണ് എന്നെഴുതി, അഥവാ അനാചാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ളതല്ല. അപ്പൊ നിങ്ങൾ എഴുതി സുന്നത്താണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ളതാണ് എന്ന് നിങ്ങൾ എഴുതി. ഇപ്പൊ സുന്നത്താണ് എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ പെട്ടപ്പോഴാണ് നിങ്ങൾക്ക് എന്താ ഓർമ്മയായത്, നാട്ടുപ്രചാരത്തിലുള്ളതൊക്കെ പറയണമെന്ന് ഓർമ്മയായത്. അതിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്, വേണമെങ്കിൽ മറ്റേതൊക്കെ എഴുതിക്കോന്ന് പറഞ്ഞില്ലേ, ഗദ്യമായോ പദ്യമായോ എന്നൊക്കെ. നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നാട്ടു പ്രചാരത്തിലുള്ള എന്നത് ഈ മൗലിദുകളുടെ വിശേഷണാണ്. ഈ മൗലിദുകളുടെ വിശേഷണാണ് നാട്ടു പ്രചാരത്തിലുള്ള എന്നുള്ളത്. ഏത് മൗലിദിന്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന് ഇത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും, തുടങ്ങിയ മൗലിദുകളും. അതിനാണല്ലോ നമ്മൾ നേരത്തെ ഇസ്തിയാസിന്റെ ഉദാഹരണം പറഞ്ഞത്. മൊയ്തീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ നാട്ടിൽ വലിയ വിവരമൊന്നും ആർക്കും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭീരാന്തൻ ഏതെങ്കിലും ഒരു നാട്ടിൽ മരിച്ചാൽ അയാളെ കബറ് കെട്ടിപ്പൊക്കി അയാളോട് തേടിയാലും പെടും. അതുകൊണ്ട് മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഓരോട് മാത്രം, അത്തരം പ്രമുഖന്മാര് മാത്രമേ അതിൽ പെടുള്ളൂ എന്നതിനർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് മാറണം എന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ അംഗീകരിച്ചതാണ് ഞങ്ങളുടെ വാദം.
നിങ്ങൾ സമ്മതിച്ചതാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ ശരിയാണ്, ഇപ്പൊ ശരിയായി, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ മാറ്റി എന്ന് വരെ പറഞ്ഞതാണ് ഞങ്ങൾ വാദം ടൈപ്പ് ചെയ്തപ്പോ. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടുപ്രചാരത്തിലുള്ള എന്ന് പറയുമ്പോ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്ത് എഴുതി. പിന്നെ എന്തിനായാലും ഹറാമും കറാഹത്തും വരുന്നത്? ഞങ്ങൾ ബിദ്അത്ത് എന്ന് എഴുതി ആദ്യം. ഞങ്ങൾ ബിദ്അത്ത് എന്ന് എഴുതി ആദ്യം. നിങ്ങൾക്കെന്തേ ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്ത് എന്ന് എഴുതി. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കുന്ന? അതില് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വലാലത്താന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. ബിദ്അത്ത് എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരല്. അതൊക്കെ അതിനാ വാദപ്രതിവാദം. അതാണല്ലോ നിങ്ങളെ പല വാദപ്രതിവാദത്തിലും ഞങ്ങൾ പറഞ്ഞു തന്നത്. അതൊക്കെ വാദപ്രതിവാദത്തെ തെളിയിക്കുന്നു ഞങ്ങൾ പറഞ്ഞു തരുന്നത് വെറുതെ അല്ല, തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി. ഇപ്പോ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് അംഗീകരിച്ചു എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ മാറി. ഞങ്ങൾ ഒരു വരി മാറ്റിയിട്ടില്ല, ഒരക്ഷരം ഞങ്ങൾ മാറ്റിയിട്ടില്ല. അത് മാറ്റാതെ നിങ്ങൾ അംഗീകരിച്ചതാണ്, നിങ്ങൾ സമ്മതിച്ചതാണ്. ആ പേരാമ്പ്രെ അവളെ ഒന്നും മറക്കേണ്ട മക്കളെ, അതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവരും കാണുന്നതാണല്ലോ, എല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ അംഗീകരിച്ചാണ് ഞങ്ങളെ വാദം. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മാറുകയാണ്. ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സുന്നത്ത് എന്നുള്ള നിങ്ങൾ എഴുതണം. എന്നിട്ട് ഇപ്പൊ എന്നോട് പിന്നെ ഹറാമാണ് കറാഹത്താണ് എന്ന് എഴുതാൻ പറഞ്ഞ് ഞങ്ങളോട് ഹറാമാണോ കറാഹത്താണോ എന്നുള്ളതല്ലല്ലോ ചോദിച്ചത്. ഞാൻ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞു. എഴുതിയത് ശരി തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴാണ് വാദത്തിലേക്ക് വന്നതെന്ന് തന്നെയാണ് പറഞ്ഞത്. മധ്യസ്ഥന്മാര് വേണമെങ്കിൽ അതൊന്ന് റീവൈൻഡ് ചെയ്ത് കേൾപ്പിക്കണം. ആ ഞങ്ങൾ എഴുതിയ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിച്ചത്. ഇപ്പോഴാണ് നിങ്ങൾ ശരിയിലേക്ക് വന്നത് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സുന്നത്താണ് എഴുതിയപ്പോ നിങ്ങൾ പെട്ടു. അത് നേരത്തെ പറഞ്ഞു. അതാണ് ആ പിന്നെ ടൈപ്പ് ചെയ്തപ്പോഴൊക്കെ പുണ്യകർമ്മമാണ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് തരാം കേട്ടോ. ARCKPക്ക് മൈക്ക് തരാം. എനിക്ക് പറയാനുള്ളത് ARCKPയോട് കൂടിയാണ്. നമ്മളിപ്പോ ഈ ചർച്ച തുടങ്ങിയപ്പോ ഫസ്റ്റില് എഴുതിയത് മുജാഹിദ് വിഭാഗം ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ വാദം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടാമത് പിന്നെ ഒരു ഭാഗം മാറ്റാൻ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതിന് ബദലായിട്ട് ഒരു വാദം ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട് വാദങ്ങൾ ഇവിടെയായി. ആദ്യത്തെ വാദം വന്നു മുജാഹിദ് വിഭാഗത്തിന്റെ, രണ്ടാമത് അതിന് കൗണ്ടറായിട്ട് രണ്ടാമതൊരു വാദം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് ശരിയാണെന്ന് നസൂഹ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടില്ലേ? അതെ, അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നസൂഹ് പറഞ്ഞത് ആ സമയത്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഓക്കെ, ഏതായാലും നസൂഹിനെ മയക്കി തരാം. അപ്പോ അങ്ങനെയാണെങ്കിൽ കൗണ്ടർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ARCKP ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. ARCKP മൈക്കിലേക്ക് വന്നോളൂ. രണ്ട് വാദവുമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം മുജാഹിദ് ഭാഗം വാദം എഴുതി, അതിന് കൗണ്ടറായിട്ട് ഒരു വാദം ഇവിടെ വന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ARCKP മൈക്കിലേക്ക് വന്നോളൂ ഇൻഷാ അല്ലാഹ്. അബൂ തമീമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹനീഫ കായക്കൂടി, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയ വാദം ശരിയാണെന്ന് നസൂഹ് അല്ലെങ്കിൽ നസൂഹ് എന്നിടയിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ രണ്ടാളും പറഞ്ഞു, നിങ്ങളുടെ മധ്യസ്ഥനും പറഞ്ഞു, നിങ്ങളുടെ പ്രഭാഷകനായ ഹനീഫ കായക്കൂടിയും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് തെളിയിക്കണം. നിങ്ങൾ എഴുതിയ വാദം അത് ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ആദ്യം എഴുതിക്കോട്ടെ, എപ്പോ എഴുതിക്കോട്ടെ, നിങ്ങൾ എഴുതിയ വാദം അത് ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഭാഷകനും അത് പറഞ്ഞു, നിങ്ങളുടെ മധ്യസ്ഥനും അത് പറഞ്ഞു. അതുകൊണ്ട് തെളിയിക്കണം നിങ്ങളുടെ ബാധ്യതയാണ്. ഇവിടെ റെക്കോർഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങൾ പ്ലേ ചെയ്യിക്കണം. അങ്ങനെയുള്ളൊരു വാചകം നിങ്ങൾ പ്ലേ ചെയ്യിക്കണം. നിങ്ങൾ ചെയ്യും.